Good evening all. Good evening, sir. Good evening, sir. 2 minutes പ്രാർത്ഥിച്ചു. Good evening, sir. വീഡിയോ ഓഫ് ആക്കി വെച്ചിരിക്കുന്നവരൊക്കെ ഓൺ ചെയ്തേ. വീഡിയോ ഒക്കെ ഓൺ ചെയ്തേ. ഇതൊക്കെ ഓഫായിട്ട് കാണുന്നുണ്ടല്ലോ. ഷാരൂഖ് കണ്ണടച്ചോ? കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പറഞ്ഞോ, കണ്ണടച്ച് പറഞ്ഞോ. പറഞ്ഞോ. So, let's say now all is negative. എങ്ങനെ എങ്ങനെ ഒന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് പറ. Sir, left side of ലെഫ്റ്റ് സൈഡ് ഓഫ് ബോൾ is negative. ഡിസ്റ്റൻസ് കേട്ടോ, ഡിസ്റ്റൻസ് ടേക്കൺ, അവിടെ നിന്ന് എടുക്കുന്ന ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. പോളിന്റെ റൈറ്റ് സൈഡോ? Right side positive. പോളിന്റെ അപ്വേർഡോ? അല്ല, പ്രിൻസിപ്പൽ ആക്സിസിന്റെ അപ്വേർഡ് എടുക്കുന്നോ? Upward negative. അപ്വേർഡ് നെഗറ്റീവ്. ഡൗൺവേർഡോ? Positive. ഷാരൂഖ് പഠിച്ചിട്ടില്ല കേട്ടോ. അമീൻ ഷാജി ഒന്ന് പറഞ്ഞ. അമീൻ ഷാജി സാർ, അപ്വേർഡ് പോസിറ്റീവ്, ഡൗൺവേർഡ് പോളിന്ന് അപ്വേർഡ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് അപ്വേർഡ് എടുക്കുന്ന പോസിറ്റീവ് ആയിരിക്കും, ഡൗൺവേർഡ് എടുക്കുന്ന നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആയിരിക്കും. ഈ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? അമീനെ, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് പോസിറ്റീവ് ആയിരിക്കും. ഇമേജിന്റെ ഹൈറ്റോ? ഇമേജിന്റെ ഹൈറ്റ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. മിടുക്കൻ. പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വരാം. അബ്ദുൽ അസീസ് പറഞ്ഞോ. ഇമേജ് പറഞ്ഞോളാനോ? എന്ത് പറഞ്ഞോളാം? എവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞോളാം. അത് ഞാൻ പറയുമല്ലേ, നീ തോക്കി കയറി വെടിവെക്കലാവേ. ഞാൻ പറയില്ലേ? ഓക്കെ. ഞാൻ പറയാൻ വന്ന് മറന്നുപോയി, നീ ഇടയ്ക്ക് കയറിയപ്പോ. ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പൊ ഇമേജിന്റെ ഹൈറ്റ് നെഗറ്റീവ് വരുന്ന ഏത് കേസിലാ? റിയൽ ആണോ വിർച്വൽ ആണോ? കണ്ണടച്ച് പറഞ്ഞു. ഇമേജിന്റെ ഹൈറ്റ് ഏത് കേസിലാ? റിയൽ ആണോ വിർച്വൽ ആണോ? റിയലില് നെഗറ്റീവ് ആയിരിക്കും വരിക. ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? റിയൽ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? പോസിറ്റീവും വരും നെഗറ്റീവും വരും. റിയൽ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് നെഗറ്റീവ്. റിയൽ ഇമേജ് എവിടെയാ നമുക്ക് കിട്ടുക? സ്ക്രീനിലാണോ മിററിന്റെ പുറകിലാണോ? മിററിന്റെ പുറകിൽ കിട്ടോ? ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും വരാന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒന്നല്ലേ വരുള്ളൂ. ഏതായിരിക്കും അത്? നെഗറ്റീവ്. നെഗറ്റീവ്. റുഫൈദ, മാഗ്നിഫിക്കേഷൻ 1ന്റെ മീനിങ് എന്താ? ഒബ്ജക്റ്റിന്റെ സൈസ് 1 ടൈംസ് ഇമേജിന്റെ.
ഈക്വൽ എന്ന് പറഞ്ഞാൽ പോരെ? ഒബ്ജക്റ്റിന്റെ സൈസ് ഇമേജിന്റെ സൈസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, സാബിത്ത് സാബിത്ത് അവിടെ? ആ ഓക്കെ. സാബിത്തെ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. കണ്ണടച്ച് പറ. M is equal to കണ്ണടച്ചോ? minus V negative V ആ divided by U. ഓക്കെ, വെരി ഗുഡ്. പിന്നെ M is equal to പിന്നെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. എമ്മിന്റെ ആ ഡെഫിനിഷൻ വെച്ചിട്ടുള്ള ഇക്വേഷൻ എന്താണ്? HI by HO. HI എന്താ? HO എന്താ? HO ഹോ എന്നാണോ? ഹോ അല്ല, ഇമേജ് അല്ല, ഇമേജ് ആണോ? ഓ ഹൈറ്റും ഇമേജും. ഹൈറ്റ് ഇമേജോ? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട്. കേട്ടാ, കുട്ടികൾ കൈവെക്കുന്നുണ്ടാ? അവർക്കൊക്കെ പറയാനുള്ള ആഗ്രഹമാണ്. പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാ, നമുക്കത് പറയാൻ ആഗ്രഹം ഉണ്ടാവും. അല്ലെങ്കിൽ എന്നോട് ചോദിക്കല്ലേ എന്ന് പറഞ്ഞ് മാറി നടക്കും. കേട്ടാ, ഓക്കെ ആണോ? എന്നാ ഇത് മിറർ ഫോർമുലയോടെ ഒന്ന് പറഞ്ഞേ. നിന്റെ കാര്യം ഞാൻ നോക്കട്ടെ. മിറർ ഫോർമുലയോടെ ഒന്ന് പറഞ്ഞേ. സാബിത്ത് ബുക്കിൽ നോക്കി പറയാനാണെങ്കിൽ സാബിത്തിനോട് ചോദിക്കേണ്ട കാര്യം ഉണ്ടോ? ഇതേ ബുക്ക് അക്ഷരാഭ്യാസമുള്ള ആർക്കും വായിക്കും. എനിക്കൊരു കുഞ്ഞു പെങ്ങളുണ്ട്, അതും വായിക്കും ബുക്കിൽ നോക്കി. ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങി. അപ്പോ സാബിത്തിനെ കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ സാബിത്ത് കാണാതെ പറയണം. പറഞ്ഞോ. മിറർ ഫോർമുല അറിയില്ലേ? പണി തീർന്നു. മിറർ ഫോർമുല ബുക്കിൽ നോക്കുവാണ്. സാബിത്ത് ഒരു പണി പഠിക്കാനുണ്ട് കേട്ടാ. ഈശാനെ പറഞ്ഞോ. 1/f equal to 1/v by e plus 1/u. ഞാൻ ഓർത്തു കയ്യിൽ നിന്ന് പോയി, നീ കയ്യും പൊക്കും ചെയ്തു. ഓക്കെ. ശ്രേയ, സാർ, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? മാഗ്നിഫിക്കേഷന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ? മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ അത് വെർച്വൽ ആയിരിക്കും. ഓക്കെ. ബിലാൽ ഇടയ്ക്ക് എവിടെ പോയതാ? വാമപ്പ് ചെയ്യാൻ പോയതാണോ? ഇടയ്ക്കൊന്ന് എന്നിട്ട് പോയത് എന്താ? ഓക്കെ. ബിലാലെ, നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ തന്നേക്കുവാ, വിർച്വൽ ഇമേജ് കിട്ടിയെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. വിർച്വൽ ഇമേജ് ആണ് കിട്ടിയതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം കൂടി തന്നേക്കുവാണ് ആ വിർച്വൽ ഇമേജ് ഡിമിനിഷ്ഡ് ആണ്, സൈസ് കുറഞ്ഞതാണ്. ബിലാലിന് അത് ഏത് മിററാന്ന് പറയാൻ പറ്റുമോ? വിർച്വൽ ഇമേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സൈസ് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് മിററായിരിക്കും? കോൺകേവ്. പഠിക്കേട്ടാ. അഭിനയ് വിർച്വൽ ഇമേജ് ആണെന്ന് തന്നിട്ടുണ്ട്, സൈസ് കൂടുതലാന്ന് തന്നിട്ടുണ്ട്. ഏത് മിറർ ആയിരിക്കും? വിർച്വൽ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട് ആ മിററിൽ, സൈസ് കൂടുതലുമാണ്. ഏത് മിറർ ആയിരിക്കും അത്? കോൺകേവ് ആണ് കേട്ടോ. അത് കോൺകേവ് മിറർ ആണ്. ഇനി സൈസ് കുറവാണെങ്കിൽ വിർച്വൽ ഇമേജ് കോൺവെക്സ്. ബിലാലിന് തെറ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മുഹമ്മദ് ഇഷാൻ എനിക്ക് പൊട്ടിക്കോ? മുഹമ്മദ് ഇഷാൻ. ഓക്കെ, സമാധാനം. മുഹമ്മദ് ഇഷാൻ, നമുക്ക് സൈസിന്റെ കാര്യം മിണ്ടിയിട്ടേ ഇല്ല. സൈസിന്റെ കാര്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഒരേ ഒരു കാര്യം പറഞ്ഞേക്കുവാണ്, ഫോം ചെയ്തിരിക്കുന്നത് റിയൽ ഇമേജ് ആണ്. ഇഷാൻ ഏത് മിററാന്ന് പറയാൻ പറ്റുമോ? സൈസ് അറിയില്ലെങ്കിൽ, സൈസിന്റെ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഏത് മിററാന്ന് അറിയാൻ പറ്റുമോ? വെറുതെ ഒരു റിയൽ ഇമേജ് ആണ് ഫോം ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് മിറർ ആയിരിക്കും അത് അങ്ങനെയാണെങ്കിൽ? കോൺകേവ്. അതെ, റിയൽ ഇമേജ് ഫോം ചെയ്യുന്ന ഒരേ ഒരു മിറർ കോൺകേവാ. കോൺവെക്സിലും ഇല്ല, പ്ലെയിനിലും ഇല്ല. അപ്പൊ റിയൽ ഇമേജ് എന്ന് കേട്ടാ സൈസിന്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല, അത് കോൺകേവ് ആണ്, ഷുവർ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇർഫാൻ എന്നെ ചിരിച്ചോണ്ടിരിക്കുന്നേ? ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത് എന്താ? പറഞ്ഞോ അഭിനയ പറഞ്ഞോ. സാറേ, ഈ മാഗ്നിഫിക്കേഷൻ നമ്പർ പോസിറ്റീവും നെഗറ്റീവും എന്ന കേസ് ഒന്ന് പറഞ്ഞു തരുമോ? പറഞ്ഞുതരാലോ. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് വന്നു, ഇപ്പൊ ഒരു പോസിറ്റീവ് 2 വന്നു എന്ന് വിചാരിച്ചോ? അതിന്റെ അർത്ഥം ഫോം ചെയ്തിരിക്കുന്ന ഇമേജ് വിർച്വൽ ആണെന്നാ. പോസിറ്റീവ് വിർച്വൽ ആണ്. ഓക്കെ, വിർച്വൽ. ഇനി ആ 2 മീൻ ചെയ്യുന്ന സൈസ് ആണ്, 2 ടൈംസ് സൈസ് ആയെന്നാണ്. ഇനി അതേസമയം നെഗറ്റീവ് 2 വരുന്നെങ്കിൽ അത് സ്ക്രീനിലാണ് ഉണ്ടായെന്നാണ്. നെഗറ്റീവ് 2 ആണെങ്കിൽ റിയൽ ആണ്, 2 ടൈംസ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ്, അല്ലെങ്കിൽ 2 ടൈംസ് ഹൈറ്റ് കൂടുതലായിരിക്കും ഇമേജിന്.
അപ്പൊ -2 +2 രണ്ട് കേസാ. സൈസ് കറക്റ്റ് ആയിരിക്കും. -2 വന്നാലും +2 വന്നാലും സൈസ് കറക്റ്റാ, ഒബ്ജക്റ്റിന്റെ 2 മടങ്ങ്. അതാണല്ലോ 2. പക്ഷെ ഒന്ന് അപ്പുറേ ഒന്ന് ഇപ്പുറേ ആയിരിക്കും, അതാ വ്യത്യാസം. ഒന്ന് വിർച്വൽ ആയിരിക്കും, മറ്റേത് റിയൽ ആയിരിക്കും. കിട്ടിയാ? മനസ്സിലായാ? ഞാൻ ഈ സിക്കാർ കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ക്ലിയർ ആവണ്ടോ? ഓക്കെ ആണ്. അപ്പൊ ഈ സൈഡിലാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, ഈ സൈഡിലാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, മുഹമ്മദ് റയ്യാൻ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മൾ ക്വസ്റ്റ്യൻ ആണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. ഒരു ഷേവിംഗ് മിററിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ചെയ്തത്. അത് എവിടം വരെ എത്തിയായിരുന്നോ? തീർന്നോ? അല്ല, എന്തോ ഒന്നുകൂടി കണ്ടുപിടിക്കാനുണ്ടല്ലോ. നമ്മൾ ഡിസ്റ്റൻസ് ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലെ. ഡിസ്റ്റൻസ് എത്രയാ അമാനിലായി കിട്ടിയേ? ഡിസ്റ്റൻസ് എത്ര കിട്ടിയേ? ഡിസ്റ്റൻസ് എത്ര കിട്ടിയേ? ഡിസ്റ്റൻസ് ഏതിന്റെ? ഷേവിംഗ് മിററിന്റെ ഒരു ക്വസ്റ്റ്യൻ അല്ല നമ്മൾ ചെയ്തോണ്ടിരുന്നത്. -24. -24 ആണോ +24 ആണോ? മൈനസ് വരൂ. അത് ഷേവിംഗ് മിറർ കോൺ, ഇത് കോൺകേവ് ആണല്ലോ അല്ലെ. മൈനസ് ആണോ കിട്ടിയേക്കുന്നത്? മൈനസ് ആണോ? അല്ലല്ലോ, ഷേവിംഗ് മിറർ കോൺകേവ് ആണ്. പക്ഷെ നമുക്ക് അത് നോക്കുമല്ലോ, ഒരാൾ നോക്കുവാണ് ഇമേജ് കാണുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് എന്തായാലും മൈനസ് ആയിരിക്കില്ല അവിടെ അല്ലെ, പ്ലസ് ആയിരിക്കും കിട്ടുക. എന്തായിരിക്കും തെറ്റി? അമാന്റെ എവിടെ തെറ്റി? അമാൻ ഡിവൈഡ് ചെയ്തേക്കുന്നത് എങ്ങനെയാ ഒന്ന് പറഞ്ഞേ. അമാൻ എങ്ങനെയാ അത് ഡിവൈഡ് ചെയ്തേ? 1/-72 1/v = എത്ര കിട്ടിയ? 1/v 3/-72 -72/3. -3 ഇല്ലേ? -3 അല്ലേ അത് അല്ലേ? നോക്കി കറക്റ്റ് ചെയ്തോ. -3 ആണ്. -3/-72 ആണ് 1/v. അപ്പൊ v വരുമ്പോ 72/3 എന്ന് വരും, 24. ഓക്കെ ആണല്ലോ അല്ലെ? പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം കൂടി അവർ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? അതിന്റെ റിയൽ ആണോ വിർച്വൽ ആണോ എങ്ങനെ കിട്ടി? അത് ഷുഹൈബ്, അത് റിയൽ ആയിരിക്കോ വിർച്വൽ ആയിരിക്കോ? വിർച്വൽ അല്ലേ? വിർച്വൽ ആണ്. ഓക്കെ, വിർച്വൽ ആണെന്ന് പറയേണ്ട സമയമായിട്ടോ. അല്ലേന്നൊക്കെ 2 ക്ലാസ് മുന്നേ ആയിരുന്നു ചോദിക്കണം. ഇന്നിപ്പോ ആണെന്നാണ് പറയേണ്ടത് കേട്ടോ. കാരണം ഇന്ന് തീർക്കുവാണ്, ഇന്ന് നമ്മുടെ പരിപാടി തീർക്കും. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഇനി ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. നമ്മൾ വേറെ പരിപാടി ഇനി പഠിക്കാനായിട്ട് പോകുന്ന റിഫ്രാക്ഷൻ കേട്ടോ, ഇന്നോട്ട് തുടങ്ങും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് വേണം ഇന്ന് ക്ലാസ് തീർക്കാം. പറഞ്ഞോ. 72/3 എങ്ങനെ വന്നു പറഞ്ഞുതരാം. 1/f = 1/v + 1/u. ശരിയല്ലേ? 1/v നമുക്ക് 1/v ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ 1/u-ൽ നിന്ന് 1/f കുറയ്ക്കുക. ഓക്കെ, അപ്പൊ 1/u എന്ന് പറയുന്ന 1/-18 ആണ്. 1/f എന്ന് പറയുന്ന 1/-72 ആണ്. ഓക്കെ, ഇത് ഞാൻ എന്ത് ചെയ്തു? എനിക്ക് താഴെയുള്ള ഡിനോമിനേറ്റർ ഈക്വൽ ആക്കി കഴിഞ്ഞാൽ എളുപ്പത്തിന് ചെയ്യാം അല്ലെ. ഞാൻ ഇന്നലെ പറഞ്ഞാണ് ഒരു കേക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ താഴെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി മുകളിലും താഴെയും ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. താഴെ മാത്രം ചെയ്താൽ മതി, എനിക്ക് ആവശ്യം താഴെ മാത്രമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് താഴെ മാത്രം ചെയ്താൽ വാല്യൂ മാറിപ്പോവില്ലേ? ഒരു വാല്യൂവിനെ അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റുമോ? നമുക്ക് തോന്നിയ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇല്ല. അതുകൊണ്ടാണ് മുകളിലും താഴെയും ചെയ്താൽ ശരിക്കും അത് വെട്ടിപ്പോയിട്ട് നമ്മൾ ഇത് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? അതേ സെയിം നമ്പർ തന്നെ വരിക. അപ്പൊ കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പോ ചെയ്യുന്നത് വെട്ടുമല്ല ചെയ്യുന്നത്, ഞാൻ ഈ താഴത്തെ 72 ആക്കി, -72. അതിനാണ് ഞാൻ ആ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. വെട്ടാനാണ് നീ മൾട്ടിപ്ലൈ ഉണ്ടായിരുന്നല്ലോ. 4/-72 -1/-72 എന്ന് വരും. ഓക്കെ, ഇനി കോമൺ ഡിനോമിനേറ്റർ ആണ് ചെയ്യാൻ ഒരു എളുപ്പമുണ്ട്. ആ ഡിനോമിനേറ്റർ താഴെ അങ്ങ് എഴുതുക. -72 മുകളില് 4 - 1 എന്ന് വരും. 4-ൽ നിന്ന് 1 കുറയ്ക്കുക. 4-ൽ നിന്ന് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ, കറക്റ്റ് ആണോ? 1/f-1/u. അത് തിരിഞ്ഞു പോയില്ലേ? വെറുതെ അല്ലേ, ഞാൻ ഓർത്ത് എന്തോ ഒരു പ്രശ്നം. 1/f - 1/u എന്നാണല്ലേ. ഓ 1/v = 1/f - 1/u. അപ്പൊ ചെയ്തു വരുമ്പോ 1/-72 -1/-18. അപ്പൊ ഇപ്പറേ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. ഇവിടെ × 4, ഇവിടെ × 4. അപ്പൊ 1 - 4 എന്ന് വരും. 1 - 4. ഓക്കെ, ഡിവൈഡ് ബൈ -72. 1-ൽ നിന്ന് 4 കുറയ്ക്കാൻ നമുക്കറിയില്ല അല്ലെ. പക്ഷെ നമുക്ക് 4-ൽ നിന്ന് 1 കുറയ്ക്കാൻ അറിയാം. 4-ൽ നിന്ന് 1 കുറയ്ക്കുമ്പോ എത്രയാ? 3. എന്നിട്ട് മൈനസ് സൈൻ. വലിയ നമ്പർ 4 അല്ലേ ഇവിടെ. മൈനസ് സൈൻ, -3 എന്ന് വരും. -3/-72. ഇനി v എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. 72/3 തിരിച്ചെടുക്കാം. 24 + 24 ആണ് വിർച്വൽ ഇമേജ് ആണ്.
ഓക്കെ, വിർച്വൽ ഇമേജ് ആണ്. പോസിറ്റീവ് അല്ല ഡിസ്റ്റൻസ് ഇട്ടേക്കുന്നത്, അപ്പൊ വിർച്വൽ ഇമേജ് ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ 2 നെഗറ്റീവ് ആൻസറിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായാലും പോസിറ്റീവ് ആവുകയാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇത് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം പോസിറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും നെഗറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും ആൻസർ പോസിറ്റീവ് ആണല്ലോ. അപ്പൊ ഇവിടെ സൈൻ പോസിറ്റീവ് കിട്ടോ, കുഴപ്പമില്ല. അതായത് ഇങ്ങോട്ട് മാറ്റുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തോ, ഒരു കുഴപ്പമില്ല. -72/-3 തന്നെ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് മാഗ്നിഫിക്കേഷൻ കൂടി ചോദിച്ചിട്ടുണ്ട് അതിനകത്ത്, അപ്പൊ അതും കൂടെ കണ്ടുപിടിക്കാം കേട്ടോ. ആരാണ് ചോദിച്ചോ? സാർ ഇത് ക്രോസ് ചെയ്തും ചെയ്യാൻ പാടില്ലേ? ക്രോസ് ചെയ്താലോ? പക്ഷെ ക്രോസ് ചെയ്ത് ഒത്തിരി സമയം പോകുമല്ലോ എന്ന് വിചാരിച്ചാ, വലിയ വാല്യൂ അല്ലേ, കുഴപ്പമൊന്നുമില്ല, ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല. 1 × -18 -72 × 1 എന്ന് വരും. ചെയ്യണമെങ്കിൽ ചെയ്തോ, അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതുവരെ അങ്ങനെയാണല്ലോ ചെയ്തത്. ഓക്കെ, ഇതിപ്പോ ഞാൻ നോക്കിയപ്പോ 18നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 72 ആവും. പിന്നെ ഒരു എളുപ്പം കിട്ടി. പിന്നെ ഇതും കൂടെ പഠിച്ചിരുന്നാൽ നല്ലതാണ്. പിന്നെ ചില കുട്ടികൾക്ക് ഈ എൽസി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാം. അതുകൊണ്ടാണ് ഈ ക്രോസ് തന്നെ മെയിൻ ആയിട്ട് എടുത്ത് പഠിപ്പിച്ചത്. പിന്നെ നാളെ വരുമ്പോൾ നാളെ ആക്ടിവിറ്റിക്കുള്ളത് ഞാൻ പറഞ്ഞായിരുന്നോ? ആക്ടിവിറ്റിക്ക് എന്തൊക്കെ വേണമെന്ന്? ഇല്ല, ഒന്ന് ഒരാൾ ഓർമ്മിപ്പിക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് മുന്നേ ഒന്ന് ഓർപ്പിച്ചാൽ മതി. കഴിഞ്ഞല്ലോ. ഇനി v/u, നെഗറ്റീവ് v/u എത്രയാ കിട്ടിയേ? ഷെഹനത്ത് മുഹമ്മദ് അബ്ദുറഹ്മാൻ അങ്ങോട്ട് പോയി. മുഹമ്മദ് അബ്ദുറഹ്മാൻ, എവിടെ പോയി? അയാൻ എത്ര കിട്ടി? അയാൻ ആൻസർ എത്ര കിട്ടി? അയാന്റെ ആൻസർ എത്രയാ പറഞ്ഞോ? -v/u. അയാൻ എവിടെ? അയാൻ ഹൈക്ക് കിട്ടി. കേക്കാം, പറഞ്ഞോ. വി എത്ര കിട്ടി? വി എത്രയാ? പോസിറ്റീവ് 24 അല്ലെ? 24. ഇനി യുവോ? -80. നെഗറ്റീവ് ഇങ്ങനെയാണ് കിട്ടുക. -24/-18 ആണോ? അതാണ് കിട്ടുക. അതിനായിട്ട് 6 വെച്ച് മുകളിലും താഴെ കട്ട് ചെയ്ത് കളയാം നിങ്ങൾക്ക്. 6 വെച്ച് മുകളിലും താഴെ കട്ട് ചെയ്താൽ 6 × 4 ആണ് 24, 6 × 3 ആണ് 18. അപ്പൊ 4/3 എന്ന് കിട്ടൂല മാഗ്നിഫിക്കേഷൻ. 4/3 1ലും വലുതാണ്. 1ലും വലുതാ കിട്ടുള്ളൂ, കാരണം കോൺകേവ് അല്ലേ, ഫോം ചെയ്യുന്ന വിർച്വൽ 1ലും വലുതായിരിക്കും മാഗ്നിഫിക്കേഷൻ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതിനകത്ത്? എവിടെയെങ്കിലും ചോദിച്ചോ. 4/3 ചെറുതാക്കണോ? അങ്ങനെയല്ല, 4/3 എന്ന് എഴുതിയാലും മതി, കുഴപ്പമില്ല. ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയാലും മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സാർ കുറച്ചും കൂടി ചെറുതാക്കാവോ ക്വസ്റ്റ്യൻ ഒന്ന്? ക്വസ്റ്റ്യൻ ചെറുതാക്കണോ? ഞാൻ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് വലുതായിട്ട് എഴുതിയതാ, അപ്പൊ നിങ്ങൾക്ക് ചെറുതാക്കണം. അപ്പൊ ഒത്തിരി വലുതാ? ബിഹൈൻഡ് കഴിഞ്ഞിട്ട് വിത്ത് മാഗ്നിഫിക്കേഷൻ തന്നെയാണോ? ബിഹൈൻഡ് വിത്ത് മാഗ്നിഫിക്കേഷൻ. ഓക്കെ സാർ. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു തരാൻ പോകുന്ന മൈൻഡ് കേട്ടോ. ബാക്കിയുള്ളവരെ അപ്പൊ അതൊന്ന് വായിച്ചു നോക്കുക. ആദ്യം അവിടുത്തെ ഒബ്ജക്റ്റ് ഏതാന്ന് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, അതിലെ ഒബ്ജക്റ്റ് ഏതാന്ന് ആദ്യം മനസ്സിലാക്കാം. മൈൻഷാ, നമുക്ക് വായിച്ചാലോ? വായിച്ചോ?
വായിച്ചോ. A motorcyclist observe a car coming from behind. ഓക്കെ, നിർത്ത്. അതിലെ ഒബ്ജക്റ്റ് ഏതാ? Car. കാറ്. മോട്ടോർ സൈക്കിൾ ആണോ കാറാണോ? Car. കാറാണ് അല്ലെ? കാറാണ് ഒബ്ജക്റ്റ്. ഓക്കെ, ബാക്കി വായിച്ചോ. Coming from behind with magnification 1/6. 1/6 അല്ലെ? 1/6. പക്ഷെ ഈ 1/6 മാഗ്നിഫിക്കേഷൻ m = 1/6 എഴുതാവോ മൈൻഷ? അത് ഏത് മിററാന്ന് അറിയണോ അല്ലെ? അത് ഏത് മിറർ ആയിരിക്കും മൈൻഷ? അത് ഏത് മിറർ ആയിരിക്കും? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? മൈൻഷക്ക് എന്ത് തോന്നുന്നു? കാറിൽ വെച്ചിരുന്നു വന്നോണ്ട് അത് ഏത് മിറർ ആയിരിക്കും? കോൺകേവ്. അതായത് ആ മോട്ടോർ സൈക്ലിസ്റ്റ് ഒരു സ്ക്രീനുമായിട്ട് പോവാണ് കേട്ടാ. എന്നിട്ട് ആ സ്ക്രീൻ കൊണ്ടുപോയിട്ട് റോഡിന്റെ നടുക്കൊണ്ടേ വെക്കും. എന്നിട്ട് ഒരു മിറർ അവിടെ മിററില് സ്ക്രീനില് പുറകിൽ നിന്ന് തന്നെ കാറിന്റെ ഇമേജ് സ്ക്രീനിൽ ഫോം ചെയ്യണ്ടോ എന്ന് ഇങ്ങനെ നോക്കും. അതാണോ മുഹമ്മദ് റബീസ് പറഞ്ഞോ? കോൺവെക്സ് കേട്ടാ. അവിടെ ഫോം അവിടുത്തെ എന്താ പറയാ, അവിടുത്തെ മിറർ എന്ന് പറയുന്നത് കോൺവെക്സ് ആണ്. വാഹനത്തില് കോൺകേവ് പറയരുത് കേട്ടാ. നിങ്ങൾ ചെയ്തതല്ലേ, നിങ്ങൾ കണ്ടവരല്ലേ. കാണാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ പിന്നെ പോട്ടെന്ന് വെക്കാം. നിങ്ങൾ ഇതൊക്കെ കണ്ടതല്ലേ, നിങ്ങൾക്ക് മാറിപ്പോകുന്നത് എങ്ങനെയാ? കോൺവെക്സ് കേട്ടാ. അപ്പൊ യൂസ് ചെയ്തിരിക്കുന്ന കോൺവെക്സ് ആണ്. ഓക്കെ, ഇനി പുറകിൽ നിന്ന് വരുന്ന കാറ് 1/6 മാഗ്നിഫിക്കേഷനിൽ കണ്ടു. ഓക്കെ, 1/6. അപ്പോ +1/6. അതായത് എത്രയാണോ ആ കാറിന്റെ വലിപ്പം, ആ കാറിന്റെ 6ൽ 1 വലിപ്പത്തിൽ ഇമേജ് കണ്ടു. അതാ മീൻ ചെയ്യുന്നത്. ആ കാറിന്റെ 6ൽ 1. ഇപ്പൊ ഒരു 6 ഉണ്ടെങ്കിൽ 1 ആവും, 12 ആണെങ്കിൽ 2 ആവും എന്ന് പറയുന്ന പോലെ. ഓക്കെ, ഇനി അടുത്ത്. ഇഫ് ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കാർ ആൻഡ് ബൈക്ക് എത്രയാണ് മാൻഷ? ആ 30 എത്ര ഏതാ തന്നിരിക്കുന്നത്? 30 meter. 30 എന്താ തന്നിരിക്കുന്നത്? ഡിസ്റ്റൻസ്. എന്തിന്റെ ഡിസ്റ്റൻസ്? കാറിന്റെ. അത് ഇപ്പൊ ഇങ്ങനെ എഴുതിയാ മതി. ഞാൻ താഴെ എഴുതുമ്പോ കാർ ആൻഡ് ബൈക്ക് എന്ന് എഴുതിയാ മതിയോ? എന്താ എഴുതണ്ടേ? ഇല്ല, എന്ത് ഡിസ്റ്റൻസ്? ഇമേജ് ഡിസ്റ്റൻസ് ആണോ? ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കാർ ആൻഡ് ബൈക്ക്. കാറും ബൈക്കും തമ്മിലുള്ള യഥാർത്ഥ ദൂരം 30 മീറ്റർ എന്ന് പറഞ്ഞാൽ ബൈക്കിന്റെ ഇമേജും കാറിന്റെ ഇമേജും ആണോ ഉദ്ദേശിക്കുന്നത്? ആണോ? ഇമേജ് ആണോ ഉദ്ദേശിക്കുന്നത്? ആക്ച്വൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതാ പറഞ്ഞ ഓരോ വാക്ക് നിങ്ങൾ നോക്കണമെന്ന്. അവര് തമ്മിലുള്ള യഥാർത്ഥ ദൂരം എന്ന് പറഞ്ഞ പിന്നെ ഇമേജ് ആണോ മൈൻഷ? അല്ല, അവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ? അതായത് എവിടെന്നാ? മിററിൽ നിന്ന് കാറിലേക്കുള്ള ഡിസ്റ്റൻസ്. എത്ര എടുക്കണം അപ്പോ? യു ആണോ വി ആണോ? യു ഈക്വൽ ടു എത്രയാണ്? 30. ഏയ് അല്ല, ഫിയ പറഞ്ഞു കൊടുക്കവന്. -30. -30 റൈറ്റ്. -30 മീറ്റർ. എന്താ ചോദിച്ചിരിക്കുന്നത് അഫിയ? നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ എങ്ങനെയാ ഗൗരി നമ്മൾ കണ്ടുപിടിക്കുക? റേഡിയസ് ഓഫ് കർവേച്ചർ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഗൗരി പുറകോട്ട് ഓടുവാണ്. പറഞ്ഞോ, മുന്നോട്ട് പോട്ടെ, മുന്നോട്ട് കേട്ടാ. പറഞ്ഞോ, റേഡിയസ് ഓഫ് കർവേച്ചർ എങ്ങനെയാ കണ്ടുപിടിക്കുക? റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കുക എന്ത് കണ്ടുപിടിക്കണം? ഫോക്കസ് ആണോ? ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത്. അതിനെ ഫോക്കൽ ലെങ്ത് എന്നാ പറയാ അല്ലെ? ഇത് മിറർ ആണെങ്കിൽ കോൺവെക്സ് എന്നല്ല പറഞ്ഞേ. ഇത് മിറർ ആണെങ്കിൽ ഓക്കെ, ഇതാണ് ഫോക്കസ്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത്. ഈ സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. നമ്മൾക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കുക ആദ്യം എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണോ ഗൗരി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണോ? മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യണം. അതെ, കാരണം എഫ് ഇവിടെ വരെ ഉള്ളൂ, പകുതിയേ ഉള്ളൂ. അപ്പൊ റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കാൻ ഡബിൾ. അപ്പൊ ആദ്യം എഫ് കണ്ടുപിടിക്കുക. എഫ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം അമ്മാനെ? എഫ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 1/f = 1/v + 1/u v കണ്ടുപിടിക്കണം. v കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മുഹമ്മദ് റബീസെ? v കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ
വി എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ അത് കണ്ടുപിടിക്കുന്നത്? മറ്റേ- വി എം അറിയാം, യു അറിയാം, വി കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? മറ്റേ എമ്മിന്റെ ഇക്വേഷൻ പറഞ്ഞോ പറഞ്ഞോ V നെ പറഞ്ഞോ ഒറ്റയ്ക്ക് ആ ഇടണം. ഇക്വേഷൻ പറഞ്ഞോ, ആ ഇക്വേഷൻ പറഞ്ഞോ. എമ്മിന്റെ ആ എം ഇസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു. എം ഈസ് ഈക്വൽ ടു മൈനസ് Minus V വി by U. ഡിവൈഡഡ് ബൈ യു. ഓക്കെ, ചെയ്തോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ, കണ്ടുപിടിച്ചോ. കിട്ടിയോ? അബ്ദുറഹ്മാന് കിട്ടിയോ? മുഹമ്മദ് അബ്ദുറഹ്മാന് കിട്ടിയോ? ഇല്ല സാർ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? +1/6. പ്ലസ് 1/6. ഇനി വി എത്രയാ? തന്നിട്ടില്ല. യു എത്രയാ തന്നേക്കുന്നേ? -30. -30. ഓക്കെ, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെയാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന അച്ചു? എങ്ങനെയാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്മള്? സാർ എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും? അതിപ്പോ എങ്ങനെ ഇങ്ങനെ രണ്ട് ഫ്രാക്ഷൻ ആണ് ഒരെണ്ണം ഈക്വൽ തന്നെ. ആണെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ഈക്വൽ ആയിരിക്കും അല്ലെ? രണ്ട് ഫ്രാക്ഷനുകൾ ഈക്വൽ ആണെങ്കിൽ ക്രോസ് പ്രോഡക്റ്റുകൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഏതൊക്കെ ഈക്വൽ ആയിരിക്കും? അപ്പൊ 5 into 5 വെച്ച് അങ്ങനെയാണോ? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താലും ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താലും എന്തായിരിക്കും? സാർ മനസ്സിലായില്ല. നമ്മളിത് പറഞ്ഞതാണല്ലോ, ഫ്രാക്ഷൻ ഈക്വൽ ആയി കഴിഞ്ഞാ ശ്രദ്ധിക്കണല്ലേ? അമീൻ ഷാജി, ഫ്രാക്ഷൻ ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്ത് സെയിം ആയിരിക്കും? സാർ 6 × 5 ഇട്ടിട്ട് 1 × 5. അങ്ങനെ ചെയ്തിട്ട് എന്തിനാ? അല്ല അങ്ങനെ ചെയ്യുമ്പോ അത് നമ്മൾ ആഡ് ചെയ്യാൻ നേരത്തെ എളുപ്പത്തിനല്ലേ? ഇത് ഈക്വൽ ആണ്, ഈക്വൽ ആണ്. ഞാൻ പറഞ്ഞുതരാം, ഇവിടെ ശ്രദ്ധിക്കട്ടോ. ഞാൻ ഒന്ന് ക്ലാസ്സിൽ പറഞ്ഞാണ്, ഇപ്പോ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ 10/5 രണ്ടല്ലേ? അച്ചു 10/5 രണ്ടല്ലേ? 20/2 എത്രയാ? അല്ല 20/10 എത്രയാ? 20/10 2 അല്ലേ? അപ്പൊ ഈ രണ്ട് ഫ്രാക്ഷൻ ഈക്വൽ ആണല്ലോ, അതിൽ തർക്കമില്ലല്ലോ. ഇനി ഇത് തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ അച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി, സെയിം ആയിട്ട് കിട്ടണ്ടോ ഇല്ലയോ? കിട്ടണ്ട്. അപ്പൊ അത് ഇവിടെ ചെയ്യാൻ പറ്റില്ലേ? രണ്ട് ഫ്രാക്ഷൻ ഈക്വൽ ആണെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ഈക്വൽ ആണെന്ന് അവിടെ എഴുതി വെക്കാൻ അറിയില്ലാത്തവര് കേട്ടോ, നിങ്ങൾ ഈ എഴുതാത്തത് ഏറ്റവും പ്രശ്നം. അവിടെ എഴുതി വെക്കുക. ഇത് അല്ലെങ്കിൽ എങ്ങനെ ഇത് വന്നതെന്ന് ഡൗട്ട് വരും. ഇപ്പൊ വരില്ല, ഇപ്പൊ ആ ഫ്ലോയിൽ അങ്ങ് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞ് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ഡൗട്ട് വരും. അപ്പൊ മൾട്ടിപ്ലൈ ക്രോസ് മൾട്ടിപ്ലൈ, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാം കേട്ടോ. അല്ലാണ്ട് ഇവിടെ LCM ഒന്നും എടുക്കൊന്നും വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്താൽ മതി. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നറിയോ? ഇതിന്റെ റെസിപ്രോക്കലുകൾ എടുക്കാം, അപ്പുറം ഇപ്പുറം ഉള്ള. അപ്പൊ 6/30 അങ്ങനെയൊക്കെ ചെയ്തു പോവാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇങ്ങനെ ചെയ്തോ. പറഞ്ഞോ. ഈ -v നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. -v ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് 1/6 × -30 പറയില്ലേ? അങ്ങനെ ചെയ്യാം കേട്ടോ. അതും കുഴപ്പമില്ല. അങ്ങനെ ചെയ്യണേ അങ്ങനെ ചെയ്യാം. അതായത് ഈ 30 ഇങ്ങോട്ടേക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യേണ്ടവർക്കും കുഴപ്പമില്ല. എങ്ങനെയാ? ഇവിടെ ഡിവിഷൻ അല്ലേ ചെയ്തേക്കുന്നേ? അതായത് 1/6 × -30 എന്ന് വരും, -v. ഈ 30 ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്യണേ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ -30 × 1 -30 ഈക്വൽ ടു 6 × -v -6v ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ചെയ്തവർക്ക് ഇങ്ങനെ കിട്ടും, അല്ലാണ്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെ കിട്ടും. ഏത് വേണേലും ചെയ്യാം, കുഴപ്പമില്ല. ഏതായാലും ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ, വി കിട്ടിയ അഫിയ? ഇല്ല സർ, -30 അങ്ങോട്ട് വരുമ്പോ പോസിറ്റീവ് ആവില്ലേ? എവിടെ? അവിടെ. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴല്ലേ? ഇത് നമ്മൾ മൾട്ടിപ്ലിക്കേഷനും പ്രൊഡക്റ്റ് ഡിവിഷനും അല്ലേ ചെയ്യുന്നത്? ഓക്കെ, ഓൾറെഡി അതായത് അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ സൈൻ മാറ്റണ്ട കേട്ടോ. അവിടെ എന്താണ് ചെയ്യുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി, സൈൻ മാറ്റണ്ട. അവിടെ അഡീഷൻ ആണെങ്കിൽ ഇവിടെ കൊണ്ടുവരുമ്പോൾ സബ്സ്ട്രാക്ഷൻ ചെയ്യുക, അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഡിവിഷൻ ചെയ്യുക. അത്രേ ഉള്ളൂ. മുഹമ്മദ് ഇഷാൻ ചെയ്താ? ഏതാ ചെയ്യുന്നേ? എ ആണോ ബി ആണോ? ബി മെത്തേഡാണ്. ആ മെത്തേഡ് അറിയാൻ വേണ്ടി കേട്ടോ ഇനി അതിനകത്ത് A B എന്നൊന്നും എഴുതി വെച്ചേക്കരുത്. ഓക്കെ, ചെയ്തു നോക്കോ, എങ്ങനെ വേണേ ചെയ്ത് നോക്കി. ഇങ്ങനെ ചെയ്യുന്നവർ ഈ 6 ഇങ്ങടേക്ക് എടുക്കുക, അല്ലെങ്കിൽ ഈ 30 6 വെട്ടി പോകുന്ന നോക്കുക. എത്ര പേർക്ക് ആൻസർ കിട്ടുമെന്ന് കൈ വെക്കാവോ? ഓക്കെ, ബാക്കിയുള്ളവർ ചെയ്യ്.
അച്ഛന് കിട്ടിയ ആൻസറാ? എത്ര കിട്ടിയേ? സാർ വി ആ കിട്ടിയോളൂ. വി എത്ര കിട്ടിയേ? വി 5. വി 5. ഓക്കെ. ആ ഇർഫാനെ ചോദിച്ചോ. അല്ല സാർ മൊത്തം ചെയ്ത് കഴിഞ്ഞു. ചെയ്ത് കഴിഞ്ഞാ എടുക്കാൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഓക്കെ. V5 അല്ലെ? V5 കിട്ടും. ഇനി 1/f ഇട്ടോ. 1/f ഈക്വൽ ടു 1/v പ്ലസ് 1/u. ഇപ്പൊ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. 1/v പ്ലസ് 1/u which is equal to 1/v എത്രയാ നോക്കാം, 1/u എത്രയാ നോക്കാം. ഓക്കെ. 1/5 പ്ലസ് 1/-30. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോ, അല്ലെങ്കിൽ ചെയ്തു നോക്കോ. സാർ വി -5 -5 അല്ലല്ലോ. നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവ് ആവൂലേ? നെഗറ്റീവ് ബൈ നെഗറ്റീവ്. ഇങ്ങനെ ചെയ്യണവർക്ക് -v ആണ് -5 എന്ന് കിട്ടുന്നത്, വി അല്ല. ഈ ബി എന്ന് എഴുതിയിരിക്കുന്ന ഈ മെത്തേഡ് ചെയ്തു പോകുന്നവർക്ക് -vയുടെ വാല്യൂ ആണ് 5 എന്ന് കിട്ടുന്നത്. അപ്പൊ വി എടുക്കുമ്പോൾ 2 സൈൻ മാറ്റണം, അപ്പുറം ഇപ്പുറം സൈൻ മാറ്റണം. കാരണം -vയുടെ വാല്യൂ ആണ് -5. അപ്പൊ വിയുടെ വാല്യൂ വരുമ്പോ 5 ആവും. ഓക്കെ, പറഞ്ഞോ. ഇപ്പൊ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യില്ല. അപ്പൊ ഈ 1 × -30 പിന്നെ 1 × 5 പിന്നെ അടിയിലത്തെ രണ്ടെണ്ണം നമ്മൾ കൂട്ടാണോ ഇൻറ്റു ആണോ? പ്രൊഡക്റ്റ് ഉള്ളൂ. അഡീഷൻ ചുമ്മാ പേര് മാത്രമേ ഉള്ളൂ. ഫുള്ള് പ്രൊഡക്റ്റ് ആണ് കാണേണ്ടത് കേട്ടോ. ഓക്കെ. പിന്നെ ഇടയ്ക്ക് ഒരു പ്ലസ് ഇട്ട് കൊടുക്കുക. അത് ആ 2 പ്രൊഡക്റ്റിന്റെ ഇടയ്ക്ക് ന്യൂമറേറ്ററിൽ ഒരു പ്ലസ് വരും. അല്ലാണ്ട് പ്ലസ് അല്ല, ഫുൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഫ്രാക്ഷൻ അഡീഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഫുള്ള് ചെയ്യുന്നത്. ഓക്കെ. ആ പറഞ്ഞോ. ആരാ പറയാ? പോസിറ്റീവ് ആയിരിക്കൂലേ? എഫ് പോസിറ്റീവ് ആയിരിക്കും. ഏതാ മിറർ ഏതാ? ഇത് അതെ കോൺവെക്സ് ആണല്ലോ, പോസിറ്റീവ് ആയിരിക്കും. ഇനി വേണേ ഇവിടെ LCM മെത്തേഡ് വേണോ? LCM മെത്തേഡ് വേണമെന്നുള്ളവരൊന്ന് കൈവയ്ക്കേ. LCM മെത്തേഡ് ചെയ്യണം എന്നുള്ളവര് ഒരാളല്ലോ, ബാക്കി എല്ലാവരും ക്രോസ് പ്രൊഡക്റ്റ് ആണ്. റബീസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതേ മുകളിലും താഴെ -6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, മുകളിലും താഴെ. അപ്പൊ താഴെ -30 വരും, മുകളിൽ -6 വരും. ഓക്കെ. എന്നിട്ട് നേരെ ആഡ് ചെയ്താൽ മതി. 2 ഡിനോമിനേറ്റർ സെയിം ആക്കുക, അതേ ഉള്ളൂ. ഇനി അല്ലാണ്ട് ചെയ്യുന്നവർക്ക് 1 × -30. 1 × -30 ആരാ പറയാ? ഷഹന ഒന്ന് പറഞ്ഞ മോനെ. 1 × -30 എത്രയാ? -30. ഇനി 5 × 1 5. നടുക്ക് പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ്. ഡിവൈഡ് ബൈ 5 × 30. 5 × 3 നോക്കിയാൽ മതി, ഒരു 0 ഇട്ട് കൊടുത്താൽ ഉണ്ട്. എത്ര വരും? 5 × 3 എത്രയാ? ഷഹൻ തന്നെ പറഞ്ഞോ. ആ എന്നാ മുഹമ്മദ് ഇഷാൻ പറയട്ടെ. 5 × 3 18. ഇഷാൻ പറ. 151. അതെ 150. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവും പോസിറ്റീവും പ്രൊഡക്റ്റ് എടുത്താൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? അമാനെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ്. ഓക്കെ. ഇനി ഒരു നെഗറ്റീവ് നമ്പർ ഒരു പോസിറ്റീവ് നമ്പർ അടുത്തടുത്ത് കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്യുക? ആഡ് ചെയ്യോ സബ്സ്ട്രാക്ട് ചെയ്യോ? ഷുഹൈബേ, ആഡ് ചെയ്യോ സബ്സ്ട്രാക്ട് ചെയ്യോ? ആഡ് ചെയ്യാണ് ചെയ്യാ. 5 -2 അടുത്തടുത്ത് കിടന്ന ആഡ് ചെയ്യോ? 5 -2 കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 എഴുതി വെക്കോ? ആ കുറയ്ക്കണം. പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ കുറച്ചോളണം. അവിടെ ഒന്നും നോക്കണ്ട. 30 - 5 25. -25 ബൈ -150 വരും. ചെയ്യണോ അതോ റെസിപ്രോക്കൽ എടുക്കണോ? മുഹമ്മദ് റൈഹാൻ വിത്തൗട്ട് ഇനീഷ്യൽ. മുഹമ്മദ് റൈഹാൻ ചെയ്യണോ റെസിപ്രോക്കൽ എടുക്കണോ? മുഹമ്മദ് റൈഹാൻ കേൾക്കുന്നില്ലേ? ആ പെട്ടെന്നാവട്ടെ. ആ ചെയ്യണോ റെസിപ്രോക്കൽ? റെസിപ്രോക്കൽ എടുക്കണ്ട വേണ്ടേ? അപ്പൊ ഈ 1/vu അല്ല കണ്ടുപിടിച്ചേക്കുന്നത്, 1/f. 1/f കിട്ടും. എഫ് കിട്ടുവോ? കിട്ടോ റൈഹാനെ? അപ്പൊ എഫ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ എഫ് ഈക്വൽസ് -150 ബൈ -25 എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു +6. +6 എത്ര പേർക്ക് കിട്ടി ഇതിനകത്ത്? +6 സെന്റിമീറ്റർ. ഓക്കെ, വെരി ഗുഡ്. +6. ഗൗരിക്ക് എന്ത് പറ്റി? ആടം വരെ എത്തിയില്ലായിരുന്നു സാർ. നിങ്ങൾ ഈ തെറ്റുന്നവർ എന്താ പ്രോബ്ലം നോക്കുക കേട്ടോ. അതിനാ നിങ്ങൾക്ക് തന്നെ ചെയ്തോളാൻ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് ചോദിച്ചോ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, തന്നെ ചെയ്യുമ്പോൾ മനസ്സിലാവും എനിക്ക് എവിടെയാ തെറ്റുന്നതെന്ന്.
എന്നിട്ട് ചോദിച്ചോളാം. ഓക്കെ, ഇനി സാർ റേഡിയസ് ഓഫ് കർവേച്ചർ കാണാൻ 2f കേട്ടോ, 2f. ആ പറഞ്ഞോ. സാർ ആ ഇൻറ്റു 5 ഇട്ട് ചെയ്യില്ലേ, അതൊന്ന് കാണിച്ചില്ലോ? ആ കാണിച്ചു തരാലോ. ഇൻറ്റു 6 ഇവിടെയല്ലേ പറയുന്നേ? അതന്നെ. ആ പറഞ്ഞുതരാം. അതിപ്പോ കിട്ടുന്ന 1 ആ അതിന്റെ ആൻസർ വരുന്ന 1/5 പ്ലസ് 1/-30 അല്ലെ? 1/5 പ്ലസ് 1/-30. ഇവിടെ മേളിലും താഴെ ഡിനോമിനേറ്റർ സെയിം ആവണം. അപ്പൊ ഇത് -30 ആക്കാൻ വേണ്ടി ഇവിടെ -6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെയും എന്ത് താഴെ മൾട്ടിപ്ലൈ ചെയ്താലും അത് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തോളണം. അങ്ങനെ ചെയ്തു വരുമ്പോൾ എന്ത് കിട്ടും? -6/-30 പ്ലസ് 1/-30 എന്ന് വരും. ഓക്കെ, അതായത് -6 പ്ലസ് 1/-30 which is equal to -6 പ്ലസ് 1 വരുമ്പോ -5/-30 വരും. തിരിച്ചിടുമ്പോ ഇവിടെയും 6 വരും. ഒരു പ്രശ്നമില്ല. ഓക്കെ, ഇർഫാനെ ചോദിച്ചോ? ഇല്ല, ഓക്കെ ആണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? അപ്പൊ റേഡിയസ് ഓഫ് കർവേച്ചർ 2f കേട്ടോ. റേഡിയസ് ഓഫ് കർവേച്ചർ ഫോക്കൽ ലെങ്ത് റിലേഷൻഷിപ്പ് ഒക്കെ മിക്കപ്പോഴും SLCക്ക് ഞാൻ കണ്ടേക്കുന്ന കഴിഞ്ഞ 2 തവണ ഏതാണ്ട് അതിന്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. വെറുതെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. റേഡിയസ് ഇങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും, അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത് ക്വസ്റ്റ്യൻ എഴുതുക. പെട്ടെന്ന് എഴുത്. സാർ പറഞ്ഞോ. സാർ ഡയമീറ്റർ ആണോ? ആ ഡയമീറ്റർ. സാർ റേഡിയസ് അപ്പൊ 12 അല്ലേ? റേഡിയസ് എത്രയാ? സാർ ഫോക്കൽ ലെങ്ത്തിന്റെ ഡബിൾ അല്ലേ? ആ ഇവിടെയാണോ ചോദിച്ചത്? ഞാൻ ഈ ക്വസ്റ്റ്യൻ വിചാരിച്ചു. അത് 12. അത് 12. ഷെറിനെ ക്വസ്റ്റ്യൻ വായിച്ചാലോ? നമുക്ക് വായിച്ചോ. Wrap a rubber ball of 12 centimeter diameter. റബ്ബർ ബോളിന്റെ കാര്യമൊക്കെ പറഞ്ഞ നമ്മുടെ മിററിന്റെ ചാപ്റ്ററില്. നോക്കട്ടെ. ബാക്കി വായിച്ചേ. Of 12 centimeter diameter completely with an aluminum foil. അലൂമിനിയം ഫോയിൽ കൊണ്ട് അത് കവർ ചെയ്തു. ഓക്കെ, നിങ്ങൾ അലൂമിനിയം ഫോയിൽ കവറുകൾ കണ്ടിട്ടുണ്ടാവും, ചോക്ലേറ്റിന്റെ ഒക്കെ. ഓക്കെ, അപ്പൊ അലൂമിനിയം ഫോയിൽ കൊണ്ട് അതെന്ത് ചെയ്ത് കവർ ചെയ്തു. അത് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തേ ബാക്കി? Make the surface smooth where അതിന്റെ സർഫസ് സ്മൂത്ത് ആക്കിയിട്ട് അപ്പൊ അതെന്തായി? അപ്പൊ അത് എന്ത് മിററായി ഷെറിനെ? അപ്പൊ അത് എന്ത് മിററായി? സ്ഫെറിക്കൽ മിറർ ആണോ പ്ലെയിൻ മിറർ ആണോ? സ്ഫെറിക്കൽ മിറർ. സ്ഫെറിക്കൽ മിററിൽ ഏതാണ്? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? ഒരു റബ്ബർ ബോളിന്റെ പുറം ഭാഗം കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? കോൺവെക്സ് ആണോ കോൺകേവ് ആണോ? കൈവക്കി അറിയാവുന്നവര്? ആദിൽ മുഹമ്മദ് പറഞ്ഞോ, കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? ഞാനിത് പാര വെച്ച് മുറിച്ചൊന്നുമില്ല കോൺകേവ് ആവാൻ കേട്ടോ. ഓക്കെ, ഇത് കോൺവെക്സ് ആണ്, പുറം ഭാഗമാണ്, കോൺവെക്സ് ആണ്. ഓക്കെ, അപ്പൊ കോൺവെക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ആ റബ്ബർ ബോൾ ഒന്ന് വരച്ചു വെക്കാം. ഇതാണ് റബ്ബർ ബോള്. ഓക്കെ, ഇതിന്റെ ഒരു അകം ഭാഗം ഇങ്ങനെ ഇടന്നോട്ടെ. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? മിറർ ആയല്ലോ. അപ്പൊ ഇനി പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുക. ഇനി ഇതിനൊരു സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ടല്ലോ, സ്പിയറിന് ഒരു സെന്റർ ഉണ്ടല്ലോ, അതാണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡയമീറ്റർ എത്രയാ കൊടുത്തിരിക്കുന്നേ ഗൗരി? ഡയമീറ്റർ എത്രയാ കൊടുത്തിരിക്കുന്നേ? 12 centimeter. 12 സെന്റിമീറ്റർ. എവിടെ വരെ ഉള്ള? ഈ എൻഡിന്ന് ഇവിടം വരെ ഉള്ളതാണോ അതോ പകുതിയുള്ളോ? ഈ എൻഡിന്ന് ഈ എൻഡ് വരെയാണോ അതോ പകുതിയുള്ളോ? ഇർഫാനെ പറഞ്ഞു. അപ്പുറത്തുള്ള പോളില്. അപ്പുറത്തുള്ള പോൾ. അങ്ങേറ്റത്തുനിന്ന് ഇങ്ങോട്ട് വരെ. നമ്മൾ ഏതാ? ഇതാണ് മിറർ ആയിട്ട് എടുക്കുന്നത്. ഇവിടെ ഒരു പോൾ ഉള്ളൂ കേട്ടോ.
ഓക്കെ ഇവിടെ തൊട്ട് ഇവിടം വരെ ഉള്ളത്. ഓക്കെ, പറഞ്ഞോ ഇർഫാനെ ചോദിച്ചോ. ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാമോ? കാണിച്ചു തരാലോ. പറയാം. അപ്പൊ 12 സെന്റിമീറ്റർ ആണ് ഡയാമീറ്റർ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. കംപ്ലീറ്റ് ആക്കാത്തൊരു കംപ്ലീറ്റ് ആയിരിക്കും. ഇർഫാൻ കഴിയുമ്പോൾ ഒന്ന് വോയിസ് ഓൺ ചെയ്ത് പറ കേട്ടോ. ഇർഫാൻ കഴിഞ്ഞോ? സ്പീഡിൽ കഴിഞ്ഞു. വേറെ ആരെങ്കിലും എഴുതുന്നുണ്ടോ? ഇല്ലല്ലോ, എഴുതുന്നുണ്ടോ? ഓക്കെ, ഷുഹൈബ ബാക്കിയൊന്ന് വായിച്ച്. ഷുഹൈബ അപ്പത്തേക്കും Where will be the image of an object 12 centimeter away from the center? 12 സെന്റിമീറ്റർ away from the center of ball. ഓക്കെ, ഇനി ഇവിടെയാണ് നിങ്ങൾ തെറ്റിക്കുന്നത്. ഇവിടെ നിങ്ങൾ തെറ്റിക്കും. ഇതിൽ കാണുന്ന പകുതി പേരും ചിലപ്പോൾ ഒരു എക്സാം ഇട്ട് ഇപ്പൊ തെറ്റിക്കും. ഓക്കെ, കാരണം നിങ്ങൾ എല്ലാവരും ആ 12 സെന്റിമീറ്റർ കാണുമ്പോ അല്ലെ, 12 സെന്റിമീറ്റർ ഇവിടെ നിന്ന് ഇവിടം വരെ അല്ലേ, ഇവിടുന്ന് 12 സെന്റിമീറ്റർ മാറി എന്നല്ല പറഞ്ഞിരിക്കുന്നേ അല്ലേ? ഈ എൻഡിന്ന് ഇവിടുന്ന് ഇങ്ങടേക്ക് 12 സെന്റിമീറ്റർ മാറ്റി എന്നല്ല പറഞ്ഞേക്കുന്നത്. ആണോ? രാഫിയൊക്കെ തലയാട്ടുന്നു. ആണോ? അല്ല, പക്ഷെ നിങ്ങൾ എക്സാമിന് ചെയ്യും, എനിക്കറിയാം. നിങ്ങൾ എക്സാമിന് ആ ടെൻഷനിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് അതാ പറഞ്ഞ ക്വസ്റ്റ്യൻ വായിക്കണം. ആ ഡിസ്റ്റൻസ് അങ്ങ് കിട്ടുമ്പോഴത്തേക്ക് 12 സെന്റിമീറ്റർ അവേ അങ്ങ് എഴുതുവാണ്. 12 സെന്റിമീറ്റർ നോക്ക്. അവേ ഫ്രം ദ സെന്റർ ഓഫ് ബോൾ. ബോളിന്റെ സെന്റർ ആണ്. ബോളിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സെന്ററിൽ നിന്ന് 12 സെന്റിമീറ്റർ അല്ലേ? സെന്ററിൽ നിന്ന് 12 സെന്റിമീറ്റർ ആകുമ്പോൾ ഈ പോളിൽ നിന്ന് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? ആർക്ക് പറയാം? ഷഹൻ പറഞ്ഞോ. ഇത്രയും പേരുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. പറഞ്ഞോ. 6 സെന്റിമീറ്റർ മാറിയിട്ടായിരിക്കും ഇരിക്കുക അല്ലെ? അപ്പൊ ഇവിടുന്ന് 6 സെന്റിമീറ്റർ മാറിയിട്ടിരിക്കും. കണ്ടോ? ഇവിടുന്ന് 6 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ അത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്ന 6 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് അറിയാവുന്ന എത്ര പേരുണ്ട്? ഇതിന്റെ ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് ആർക്കൊക്കെ അറിയാം? ഓക്കെ, അംനാമീൻ പറഞ്ഞോ. ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 24. എത്രയാണ്? എന്താ സാർ ചോദിച്ചത് മനസ്സിലായില്ല. പിന്നെ കൈവയ്ക്ക്. ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ? ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ? ഫോക്കസ് വരെയുള്ളത് എവിടെ തൊട്ട് ഇവിടം വരെയുള്ള? സെന്റർ ഓഫ് കർവേച്ചർ വരെ 6 അല്ലേ പോളോട്ട്? അതെ, സെന്റർ ഓഫ് കർവേച്ചർ വരെ 6 ആണ്. അപ്പൊ 3 ആയിരിക്കും. ഇടുക്കി. അപ്പൊ ഇവിടെ 3 സെന്റിമീറ്റർ ആയിരിക്കും, ഇവിടെ 3 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പറേ സെയിം ആണ്. ഞാൻ നിങ്ങളോട് അങ്ങനെയല്ലേ വരയ്ക്കാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെയല്ലേ വരച്ചത്? നമ്മൾ ചെയ്തപ്പോ 15 കിട്ടിയവർ വീണ്ടും ഒരു 15 എടുത്തിട്ടാണ് സെന്റർ ഓഫ് കർവേച്ചർ വരച്ചത്. ഓക്കെ, ഇപ്പൊ ഇത്രയായി, തീർന്നു. ഇനിയിപ്പോ എന്താ ഉള്ളത്? ഇനി നേരെ ബാക്കിയായി, നമ്മുടെ പ്രോബ്ലം ആയിപ്പോ. ഓക്കെ, കാരണം ഫോക്കൽ ലെങ്ത് നമുക്കറിയാം. ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു എഫ് ഈക്വൽ ടു 3 അല്ലേ? ഫസ്ന ഫാത്തിമ, എഫ് ഈക്വൽ ടു 3 അല്ലേ? സർ ക്വസ്റ്റ്യനോ? ഇനി ഒന്നുകൂടെ പറയാനോ? ചോദിച്ചത് ഫോക്കൽ ലെങ്ത് എത്രയാ? ഫോക്കൽ ലെങ്ത് എഫ് ഈക്വൽ ടു 3 ഞാൻ എഴുതൂല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3 ഞാൻ എഴുതൂല. +3 കാരണം ഈ പ്ലസ് എഴുതിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ സൈൻ ഇടാണ്ട് ശീലിച്ചാൽ ശരിയാവൂല. നമ്മൾ നെഗറ്റീവ് അറിയാണ്ട് മറന്നു പോകും. ഓക്കെ, ഇനി അടുത്ത ഇവിടെയോ യു എത്രയാ? യു കാര്യം ഇവിടെ പോസിറ്റീവ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം എഫ് എന്താ നമ്മൾ ഒന്നും ഇട്ടില്ലെങ്കിൽ അവിടെ പോസിറ്റീവ് എന്നാ. പക്ഷെ നിങ്ങൾ എഴുതി പഠിച്ചു, അതാണ് നല്ലത് കേട്ടോ. ഐഷ നെസിനെ യു എത്രയാ? ഐഷ യു എത്രയാ? -6. ഇനി കണ്ടുപിടിക്കാലോ. വി കണ്ടുപിടിക്കാം. 1/f = 1/u + 1/v ചെയ്തോളൂ. 1/f = 1/u + 1/v. ഫിഗർ വരയ്ക്കണോ? പിന്നെ ഫിഗർ വരയ്ക്കാണ്ട്. ഫിഗർ വരച്ചില്ലേ ഏത് റബ്ബർ ബോൾ, ഏത് മിറർ, ഏത് സെന്റർ ഓഫ് കർവേച്ചർ? ഫിഗർ വരയ്ക്കണം. അഭിനയ ചോദിച്ചോ. സാർ, ഈ രണ്ട് ഡിനോമിനേറ്ററും പോസിറ്റീവും നെഗറ്റീവും ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് സെയിം ആക്കാൻ പറ്റുമോ? എങ്ങനെ സാർ ഇത് ചെയ്യുന്നുണ്ടല്ലോ? അതിന് നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താ പോരെ?
ഒരു ഡിനോമിനേറ്ററിനെ നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം ആക്കാം. സാർ ഫിഗർ റഫായിട്ട് വെച്ചാൽ പോരെ? ആ റഫായിട്ട് വരച്ചാൽ മതി. നിങ്ങൾ അവിടെ 6 സെന്റിമീറ്റർ എടുത്ത് 12 അങ്ങനെയൊന്നും വരയ്ക്കണ്ട കേട്ടാ. ചില പിള്ളേരൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോഴും മാത്സിലൊക്കെ ട്രയാങ്കിള് ആംഗിള് കറക്റ്റ് എടുത്ത് പൊട്രാക്ടർ എടുത്ത് വരയ്ക്കുന്നവരുണ്ട്. റഫായിട്ടല്ല നിങ്ങൾക്ക് വരയ്ക്കേണ്ട 10ാം ക്ലാസ്സില്, അതിപ്പോഴും ആംഗിൾ എടുത്ത് വരയ്ക്കുന്ന കുട്ടികളുണ്ട്. ഭയങ്കര ദയനീയമാണ് ഇപ്പോഴത്തെ അവസ്ഥ മൊത്തത്തില്. കോവിഡും കൂടെ ആയപ്പോ പൂർത്തിയായി. പറഞ്ഞോ ഈശാനെ, പറഞ്ഞോ. വി കിട്ടി. വി കിട്ടിയ മിടുക്കൻ, വി കിട്ടിയ. 1/v ഈക്വൽസ് 1/f മൈനസ് 1/u കേട്ടോ. 1/f മൈനസ് 1/u. ഓക്കെ. 1/f 1/3 മൈനസ് 1/-6. ഇത് വേണമെങ്കിൽ ഇപ്പൊ അബിൻ ചോദിച്ച പോലെ ഈ 3നെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് -6 ആക്കാം. മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുള്ളൂ. അങ്ങനെ ചെയ്യണ്ടാത്തവർക്ക് ക്രോസ് ചെയ്തും കണ്ടുപിടിക്കാം. ഓക്കെ, നിങ്ങളുടെ ചോയ്സ് ആണ്. ആൻസർ കറക്റ്റ് ആയാൽ മതി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വോയിസ് ഓൺ ചെയ്ത് ചോദിച്ചോ, ചെയ്തു പോവാം. ഇല്ല. മൈൻഷാ ഒന്ന് പറഞ്ഞ. മൈൻഷാ, ക്രോസ് 1 × -6 എത്രയാ? 1 × -6 6. -6. -6. 1 × -6 -6. ഇനി 1 × 3 3. നടുക്ക് മൈനസ് ആണോ പ്ലസ് ആണോ? മൈനസ്. ഡിവൈഡ് ബൈ 3 × 6 3 × 6 18. ഒരു മൈനസ് ഉണ്ടല്ലേ? 3 × -6 -18. ശരിയല്ലേ? അപ്പൊ -9/-18 കിട്ടും. ചെയ്യണ്ട, കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് v ആണ്. തിരിച്ചെടുക്കാം. ഇതൊന്ന് ചെയ്തു വെക്കരുത് കേട്ടോ. എപ്പോഴും ഓർക്കുക, നമുക്ക് 1/v ആണ്. നിങ്ങൾ ആ ചെയ്തു വരുന്ന ആ ഒഴുക്കിൽ നിർത്തി പോരുത്. 1/v ആണ് ചെയ്യുന്നതെന്ന് ബോധം ഓർമ്മയുണ്ടാവണം കേട്ടോ. 1/v ആണ്. അപ്പൊ v കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? തിരിച്ചെടുക്കുക. അതായത് 18/-9 which is equal to +2. അതായത് 2 സെന്റിമീറ്റർ മാറിയായിരിക്കും ഇമേജ് കിട്ടുക. +2. സാർ ഇത് നമുക്ക് ഇൻറ്റു 2 ഇട്ട് ചെയ്യാൻ പറ്റില്ലേ? ഇൻറ്റു 2 ഇട്ട് 1. ചെയ്യാം. 2 ഇട്ട് ചെയ്യാലോ. -2 ഇടണ്ടേ? എന്നാലേ ഡിനോമിനേറ്റർ സെയിം ആവുള്ളൂ. സാർ അതല്ലേ എളുപ്പം വെച്ചു. അത് എളുപ്പം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ചിലപ്പോ ചിലർക്ക് അതൊന്നും മനസ്സിലാവില്ല. ഈ LCM ഒക്കെ ചില പിള്ളേർക്കൊന്നും ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് അതെടുക്കണമെങ്കിൽ എടുത്തോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ മേളിലും താഴെയും -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ മേളിൽ -2 താഴെ -2 രണ്ട് ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ മതി. ഓക്കെ, പറഞ്ഞോ. സാർ അങ്ങനെ ഒന്ന് ചെയ്ത് കാണിക്കാമോ? ചെയ്ത് കാണിക്കാം. ഇവിടെ -2 അല്ലെ? ഇവിടെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാ. ഇതിനകത്ത് ഇനി പിള്ളേർ ചെയ്ത് നോക്കിയോ? വേറെ ചെയ്യാം അല്ലെ? അതായിരിക്കും നല്ലത്. 1/3 മൈനസ് 1/-6 അല്ലെ? 1/3 മൈനസ് 1/-6. ഞാൻ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. താഴെ മാത്രമായിട്ട് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ എനിക്ക് അവകാശമില്ല. ആ വാല്യൂ മാറി പോവില്ലേ? മുകളിലും താഴെയും ചെയ്യാം. കണ്ട? അപ്പൊ താഴെ -6 ആയി. കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കാം. ഓക്കെ, ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ കോമൺ ആയിട്ട് എടുക്കാം. എന്നിട്ട് അത് രണ്ടും ആഡ് ചെയ്യുക. -2 -1. അപ്പൊ എന്ത് വരും? -3/-6. തിരിച്ചെടുക്കുമ്പോ 6/-3 which is equal to 2. ഓക്കെ, എങ്ങനെ വേണേലും ചെയ്യാം. സാർ v equal to 18/9 എന്ന് എഴുതാൻ പാടില്ലേ? നെഗറ്റീവും അവിടെ എഴുതാം. ഫൈനൽ ആൻസറിൽ മാത്രം അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ മറ്റേ ഇത് ചെയ്യണ സമയം ഉണ്ടല്ലോ, അതേതാ? ഇപ്പൊ ഇന്നലെ ഹായ് ചോദിച്ചപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ആ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ കയറ്റി എഴുതരുത് കേട്ടോ. നെഗറ്റീവ് ആണല്ലോ എന്ന് പറഞ്ഞ് വീടെ സ്ഥാനത്തുകൊണ്ട് പോസിറ്റീവ് മറ്റൊരു പോസിറ്റീവ് ഇടരുത്. നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തെറ്റിപ്പോകും. ഫൈനൽ ആൻസർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാറ്റിയിടാം കേട്ടോ. ഇപ്പൊ ഈ ലാസ്റ്റ് ആൻസർ കാണിക്കോ? ഇത് വരും. നോക്കി എഴുതരുത് കേട്ടോ. നിങ്ങൾ ചെയ്യാ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി ബോർഡ് യൂസ് ചെയ്യാം. നല്ല അധ്യാപകൻ കുട്ടികൾക്ക് ആൻസർ പറഞ്ഞു കൊടുക്കരുന്ന, കുട്ടികൾക്ക് വഴി മാത്രമേ കാണിച്ചു കൊടുക്കാവുള്ളൂ. ഓക്കെ, കഴിഞ്ഞാ?
ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാനത് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഒരു കോൺവെക്സ് മിററിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്ന് എഴുതിയെടുക്കാം കേട്ടോ. എഴുതിക്കോ. ഫസ്റ്റ് ആ ആപ്ലിക്കേഷൻ കഴിഞ്ഞ ആ ക്വസ്റ്റ്യൻ പറയാൻ വിട്ടുപോയതാണ്. കുഴപ്പമില്ല, നമ്മളിപ്പോ ന്യൂമറിക്കൽ തീർന്നു കേട്ടോ. ന്യൂമറിക്കൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഇനി ബാക്കിയുണ്ടെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ ചോദിച്ചോളണം, ക്ലിയർ ആക്കിക്കോളണം. കാരണം എക്സാമിന് ഒരുപാട് ന്യൂമറിക്കൽ ഈ തവണ ചെയ്യേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ കറക്റ്റ് ചെയ്താൽ എളുപ്പമായിരിക്കും. ഇനി why it is written on, why it is written, അതാ ക്വസ്റ്റ്യൻ കേട്ടോ. why it is written, why it is written on a rear view mirror, on a rear view mirror that objects in the mirror are closer than they appear, are closer than they appear. ഓക്കെ, ഇങ്ങനൊരു എഴുത്ത് കാണാൻ പറ്റും നിങ്ങൾക്ക് അല്ലെ. കോൺവെക്സ് മിററിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ എഴുതി വെച്ചേക്കുന്ന പോലെ കോൺവെക്സ് മിറർ വണ്ടികളിൽ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. എന്തിനായിരിക്കും ആ വാണിംഗ് എന്ന് ആർക്ക് പറയാം? എന്തിനായിരിക്കും ആ വാണിംഗ്? എന്തിനാ അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്? ഐബിനെ പറഞ്ഞോ. സാർ ഈ ലോങ്ങിന്ന് വന്ന വണ്ടി അടുത്തുനിന്ന് വന്ന വണ്ടി പറ. അടുത്തുനിന്ന് വന്ന വണ്ടി, ലോങ്ങിന്ന് വന്ന വണ്ടി ചെറുതായിട്ട് കണ്ടോട്ടോ, കുഴപ്പമില്ല കേട്ടോ. അല്ല, അടുത്തുനിന്ന് വന്ന വണ്ടി അല്ല, നമ്മുടെ അടുത്തെത്തിയാലോ അത് എങ്ങനെയാ കാണുള്ളൂ? നമ്മളത് ലോങ് ആയിട്ട് ചെറുതായിട്ട് കാണും അല്ലെ. ചെറുതായിട്ട് കാണുമ്പോൾ നമുക്ക് തോന്നും എന്താണ്, അത് ദൂരെയാണെന്നൊരു തോന്നല് നമുക്ക് വരും. അപ്പൊ അതിനകത്ത് എഴുതി വെച്ചേക്കുവാണ് ഒബ്ജക്ട്സ് ഇൻ ദ മിറർ. നോക്കിക്കോട്ടോ, അയാള് നമുക്കൊരു വാണിംഗ് തരുവാണ് ആ മിറർ. അതായത് ഈ മിററിൽ കാണുന്ന ഒബ്ജക്റ്റ് ഇതിൽ അപ്പിയർ ചെയ്യുന്നതിനേക്കാൾ നിന്റെ വണ്ടിയോട് അടുത്ത് കഴിഞ്ഞു. ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ. അത് ആ മിററിൽ കാണുന്നത് പോലെ അല്ല, വിശ്വസിക്കേണ്ട, കുറച്ചുകൂടി അടുത്തെത്തിന്ന് ഡ്രൈവറിന് ഒരു വാണിംഗ് തരുന്നതാണ് ആ എഴുത്ത്. ഓക്കെ, കാരണം കോൺകേവ് മിററിന് എന്ത് കൂടുതലാണ്? ഫീൽഡ് വ്യൂ കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം, അതിന്റെ ആ സർഫസ് ഇങ്ങനെയല്ല ഇരിക്കുന്നത്, അതുകൊണ്ട് ഹൈ ഫീൽഡ് വ്യൂ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അത് റെയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫീൽഡ് വ്യൂ കൂടുന്നതാണ്, അതോടൊപ്പം ഡിമിനിഷ്ഡ് ആയിട്ട് കാണുകയും കൂടി ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ നമുക്കത് വളരെ ദൂരത്തു നിന്നാണ് അത് വരുന്നതെന്നൊരു ചിന്ത നമുക്കുണ്ടാവും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രൈവറിന് ഇങ്ങനെ ഒരു ഇത് ഒഴിവാക്കാനല്ല, ഇത് കാണുമ്പോൾ ഡ്രൈവറിന് ഉണ്ടാകുന്ന ചിന്ത വണ്ടി അടുത്തെത്തിയിട്ടില്ല എന്നൊരു ചിന്ത ഉണ്ടാവും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് എഴുതി വെക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം എന്താ എഴുതാം? ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? കോൺവെക്സ് ആണ്. അത് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? റെയർ വ്യൂ മിറർ ഇല്ലല്ലോ. കോൺവെക്സ് മിറർ ഈസ് യൂസ്ഡ് ആസ് റെയർ വ്യൂ മിറർ. ആദ്യം അത് എഴുതാം കേട്ടോ. നിങ്ങൾ എഴുതിക്കോളൂ, ഞാൻ എഴുതണ്ടല്ലോ, നിങ്ങൾ എഴുതിക്കോ. കോൺവെക്സ് മിറർ ഈസ് യൂസ്ഡ് ആസ് റെയർ വ്യൂ മിറർ. റെയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോൺവെക്സ് മിറർ ആണ്. സാർ പോയിന്റ് ആയിട്ട് എഴുതിയോ? പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് എന്താണ്? ഇമേജ് ഫോംഡ് ബൈ കോൺവെക്സ് മിറർ ഈസ് ഓൾവേസ് ഡിമിനിഷ്ഡ്. ഇമേജ് ഫോംഡ് ബൈ കോൺവെക്സ് മിറർ എപ്പോഴും എന്തായിരിക്കും? കുഞ്ഞിതായിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും. അടുത്തെത്തിയാലും ഇമേജ് ചെറുതായിരിക്കും. ഓക്കെ, ഇമേജ് ഫോംഡ് ബൈ കോൺവെക്സ് മിറർ ഈസ് ഓൾവേസ് ഡിമിനിഷ്ഡ്. അപ്പൊ എന്ത് സംഭവിക്കും? ഹെൻസ് ഡ്രൈവർ ഡെവലപ്സ് എ ഫീലിംഗ് ദാറ്റ് വെഹിക്കിൾസ് കമ്മിങ് ഫ്രം എ ഗ്രേറ്റർ ഡിസ്റ്റൻസ്. അപ്പൊ ഇത് കാണുന്ന ഡ്രൈവർക്ക് അല്ലെ, വേണമെങ്കിൽ കുറച്ച് വലിച്ചു വാരി എന്ന് എഴുതണ്ടേ ഇതിനകത്ത്. ഇപ്പൊ ഹെൻസ് ഡ്രൈവർ, നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഹെൻസ് ഡ്രൈവർ ഹൂ സീസ് ദ ഇമേജ് ഓഫ് വെഹിക്കിൾസ് ഓൺ ദ മിറർ, അതിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ നേരെ എഴുതിയാൽ മതി. ഹെൻസ് ഡ്രൈവർ ഡെവലപ്സ് എ ഫീലിംഗ് ദാറ്റ് വെഹിക്കിൾ കമ്മിങ് ഫ്രം എ ഗ്രേറ്റർ ഡിസ്റ്റൻസ്, ദൂരെ നിന്നാണ് വരുന്നതെന്ന് ഒരു ഫീലിംഗ് ഡ്രൈവറിനുണ്ടാവും. ഹെൻസ് driver develops a feeling that vehicles coming from a greater distance. This may turn out to be dangerous. ഇത് അപകടമാണ്. This may turn out to be dangerous. Sir, ഒന്നുകൂടി this may turn out to
ബി ഡേഞ്ചറസ്. ഓക്കെ, നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. ഇവിടെ എങ്ങനെ തന്നെ എഴുതുന്നത് യാതൊരു നിർബന്ധവുമില്ല, നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. ഇപ്പൊ എക്സാമിനാണേലും വായിക്കുന്ന ആൾക്ക് കാര്യം മനസ്സിലായാൽ മതി. ഓക്കെ, ഇതിപ്പോ അങ്ങനെയാണ്. ഇപ്പൊ ഫിസിക്സും ഒക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ മുന്നത്തുള്ള SLC ക്വസ്റ്റ്യൻ ഒക്കെ ഒരുപാട് വലിച്ചു, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എസ് എഴുതും. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല, ഇപ്പൊ കുഞ്ഞു കുഞ്ഞു ആൻസറുകളാണ്. അതുകൊണ്ടാണ് പിള്ളേരെ മാർക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യും. ചില പിള്ളേർക്ക് നല്ല മാർക്കും കിട്ടുന്നത് അതുകൊണ്ടാണ്, പ്രതീക്ഷിക്കാണ്ട് A+ ഒക്കെ കിട്ടും. കാരണം ഒറ്റ വാക്കുള്ളൂ, ചിലപ്പോൾ എന്തെങ്കിലും ആൻസർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള വാക്കേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താന്നൊക്കെ ചോദിക്കാം, ഇവിടെ ചോദിക്കില്ല എന്നല്ല, എന്നാൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കുറവാണ്. വർക്കിംഗ് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൊതുവെ കുറവാണ് SLCക്ക്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇനി അപ്പൊ അത് കഴിഞ്ഞല്ലോ. ഇനി നമ്മുടെ ലെറ്റേഴ്സിൽ ഒരു 2-3 ക്വസ്റ്റ്യൻ കിടക്കണ്ട. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ഇതിനകത്തേക്ക് ഇപ്പൊ എഴുതണ്ട, നിങ്ങൾ ആ നമ്പർ നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് എഴുതിക്കോ. എന്നിട്ട് പിന്നെ എവിടെയെങ്കിലും എഴുതണമെങ്കിൽ എഴുതിയാൽ മതി. ഇപ്പൊ ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻ 1 എന്ന് എഴുതിയാൽ മതി. ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻ 1. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒരാൾ വായിച്ചോ കേട്ടോ. ആരാ വായിക്കുക? മുഹമ്മദ് ഫാസിൽ വായിച്ചോ ക്വസ്റ്റ്യൻ. The dental doctor used a mirror of focal ഡെന്റൽ length. ഡോക്ടർ യൂസസ് എ മിറർ. ഏത് മിറർ ആണെന്നാ കള്ളന്മാരെ നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടില്ല. ഏത് മിറർ ആയിരിക്കും മുഹമ്മദ് ഫാസിലെ? Concave. കോൺകേവ് അല്ലെ, കോൺകേവ് മിറർ ആണ്. ഓക്കെ, അപ്പൊ ഡെന്റൽ ഡോക്ടർ എന്ന് കേൾക്കുമ്പോ തന്നെ അവിടെ മിറർ കോൺകേവ് എന്ന് എഴുതി, കോൺകേവ്. ബാക്കി വായിച്ചോ. To see teeth clearly. What would be the maximum distance between teeth and mirror? വാട്ട് വുഡ് ബി ദ മാക്സിമം ഡിസ്റ്റൻസ്. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക. ചിലർ ഇത് 1/f ഒക്കെ ഇട്ട് ചെയ്യാനൊക്കെ പോകും, ന്യൂമറിക്കലാൻ തെറ്റിദ്ധരിച്ച്. നിങ്ങൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കിയേ, ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ. ഇതാണ് ഒരു കോൺകേവ് മിറർ ആണ്. ഓക്കെ, ഒരു കോൺകേവ് മിററിൽ ക്ലിയർ ആയിട്ട് ഇമേജ് മിററിൽ കാണണമെങ്കിൽ അത് എവിടെ ഇരിക്കണം? ആർക്ക് പറയാം? പറഞ്ഞോ ഒരാൾ പറഞ്ഞോ, വോയിസ് ഓൺ ചെയ്ത് പറഞ്ഞോ. Between F and P. ബിറ്റ്വീൻ F and P. റൈറ്റ്, ബിറ്റ്വീൻ F and P. എഫിന്റെയും പിയുടെയും ഇടയിലിരിക്കണം അല്ലെ. എഫിന്റെ അവിടെ പോയി എന്ത് സംഭവിക്കും? ഇൻഫിനിറ്റിയിൽ റിയൽ ഇമേജ് ഫോം ചെയ്യുക, വിർച്വൽ ഇമേജ് ഇല്ല. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഒരു രൂപം അവിടെ കാണാന്നല്ലാണ്ട് ക്ലിയർ ആയിട്ടൊരു ഇമേജ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റില്ല. അങ്ങനെ കാണണമെങ്കിൽ എഫിന്റെ ഫ്രണ്ടിൽ പോകണം. അപ്പൊ മാക്സിമം ഡിസ്റ്റൻസ് വിത്തിൻ എത്ര സെന്റിമീറ്റർ ആയിരിക്കണം അയാൾക്ക് ക്ലിയർ ആയിട്ട് ഇമേജ് കാണണമെങ്കിൽ? ആർക്ക് പറയാം? ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് എഫിന്റെ ഇമേജ് ഇടയ്ക്കാന്ന് പറയുമ്പോൾ എത്ര സെന്റിമീറ്ററിനകത്ത് വരണം? പറഞ്ഞോ. 8 സെന്റിമീറ്റർ. 8 സെന്റിമീറ്റർ. സിമ്പിൾ. ഓക്കെ, എഴുതി വെച്ചോ. അപ്പൊ ഡെന്റൽ ഡോക്ടർ ഏത് മിറർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് ആദ്യം എഴുതുക. ഡെന്റൽ ഡോക്ടർ യൂസസ് എ കോൺകേവ് മിറർ. ഓക്കെ, പേജ് ലെറ്റസസിന്റെ പേജ് നമ്പർ ഒരാൾ പറഞ്ഞു കൊടുത്തേ. ലെറ്റസസ് ലാസ്റ്റ്, നിങ്ങളുടെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും, ടെക്സ്റ്റ് ബുക്കിന്റെ ലാസ്റ്റ് ആയിരിക്കും. അപ്പൊ ഒബ്ജക്ട് മസ്റ്റ് ബി കെപ്റ്റ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് പോൾ. ഒബ്ജക്ട് നിർബന്ധമായിട്ടും ഏതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് വെക്കണം? ഫോക്കസിന്റെയും പോളിന്റെയും ഇടയ്ക്കായിരിക്കണം കോൺകേവ് മിററിൽ. ടു ഗെറ്റ് വിർച്വൽ ഇമേജ് എഴുതി വെച്ചോ. ഒബ്ജക്ട് മസ്റ്റ് ബി കെപ്റ്റ് between pole and focus to form virtual image. That is ബ്രാക്കറ്റിൽ within 8 centimeter. ഇവിടെ ഈ കേസിൽ മാത്രം ഇതിന്റെ ഫോക്കൽ ലെങ്ത് 8 ആയതുകൊണ്ടാണ്. നിങ്ങളുടെ മിറർ ആണെങ്കിൽ ചിലപ്പോൾ 10 ആവാം, 15 ആവാം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെച്ചോ. അതിനകത്ത് കാര്യങ്ങൾ അതിനകത്ത് വന്നെന്നുള്ളൂ. മാക്സിമം ഡിസ്റ്റൻസ് എത്രയായിരിക്കണം? 8 സെന്റിമീറ്റർ ആയിരിക്കണം. മാക്സിമം ഡിസ്റ്റൻസ് മസ്റ്റ് ബി വിത്തിൻ 8 സെന്റിമീറ്റർ. 8 സെന്റിമീറ്ററിനകത്തായിരിക്കണം. ബിൻഷാദെ പറഞ്ഞോ. കഴിഞ്ഞല്ലോ. ഇനി അടുത്തത് ലെറ്റസസിൽ എത്രാമത്തെ ക്വസ്റ്റ്യൻ? വി ആർ ഏബിൾ ടു റീഡ് എ ബുക്ക്. 6 ആണോ 7 ആണോ? വി ആർ ഏബിൾ ടു റീഡ് എ ബുക്ക് എന്നും പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ 6. ഓക്കെ, ലെറ്റസസ് ക്വസ്റ്റ്യൻ 6. ലെറ്റേഴ്സ് അസസിലെ ക്വസ്റ്റ്യൻ 6 എന്ന് എഴുതി കൊടുത്തു. ക്വസ്റ്റ്യൻ 6 ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. ഓൾറെഡി ഞാനിത് എക്സാമിന് നിങ്ങൾക്ക് ഇട്ടതാണ്. എന്താണ്? വി ആർ ഏബിൾ ടു റീഡ് എ ബുക്ക്. നമുക്ക് ബുക്ക് വായിക്കാം അല്ലെ. അതിനകത്തേക്ക് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് വായിക്കാൻ പറ്റും. പക്ഷെ ബുക്കിൽ നമ്മുടെ ഇമേജ് കാണുന്നില്ല. എന്തായിരിക്കും റീസൺ? ഇതറിയാവുന്ന എത്ര പേരുണ്ട്? ഓക്കെ 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 അന്ന് പറഞ്ഞോ. അമീൻ തലയെറിയാണ്. അമീൻ എന്നെ പറ്റിക്കും. എങ്ങനെയാണെങ്കിൽ പുള്ളി വിചാരിച്ചോളും കൈ പൊക്കണെയാണെന്ന്. ചോദിക്കുമ്പോ തലറിഞ്ഞാന്ന് പറയാലോ. ഇർഫാൻ ഷംസുദ്ദീന പറഞ്ഞോ. ഇർഫാൻ പറഞ്ഞോ.
റഫ് സർഫസ് ആയിരിക്കും. നിങ്ങൾ റഫ് സർഫസ് ആയിരിക്കും, അതുകൊണ്ട് അവിടെ ഇമേജ് ഫോം ആവില്ല. ഓക്കെ. ഇതിനൊക്കെ പ്രധാനം എന്നാന്നറിയോ? ഒരു ആൻസർ ഇവിടെ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആൻസർ ഉണ്ട്. ഓക്കെ, അതെന്താണെന്നറിയോ? ഇറഗുലർ റിഫ്ലക്ഷൻ. ബാക്കി കഥയും ചരിത്രമൊക്കെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞോ. അതായത് ലൈറ്റ് പാരലായിട്ട് പോകുന്നു, പാരലായിട്ട് റിഫ്ലക്ഷന് ശേഷം പോകുന്നില്ല, റഫ് സർഫ്, ഇങ്ങനെയുള്ള എല്ലാം പറഞ്ഞോ. പക്ഷെ അതിന് മുന്നേ ഏറ്റവും ആദ്യം പറയേണ്ട പോയിന്റ് ഇറഗുലർ റിഫ്ലക്ഷൻ ടേക്ക് പ്ലേസ്. ഓക്കെ, അപ്പൊ അത് വായിക്കുമ്പോൾ തന്നെ അവർക്ക് ഇവന് അത്യാവശ്യം അറിയാം, അല്ലെങ്കിൽ ഇറഗുലർ റിഫ്ലക്ഷൻ ആണെന്ന് അറിയില്ലോ. അല്ലാണ്ട് ലൈറ്റ് കമ്മിങ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിച്ചു വരി എഴുതുന്നതിന് മുന്നേ അത് എഴുതി വെച്ചോ. എന്നിട്ട് സമയം പോലെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ അതിനകത്ത് ഡെക്കറേഷൻ ചെയ്തോ കേട്ടോ. ആ വേർഡ് എന്തായാലും വേണം, കാരണം ബുക്കിൽ നടക്കുന്നത് ഇറഗുലർ റിഫ്ലക്ഷൻ ടേക്ക് പ്ലേസ്, സോ ഇമേജസ് നോട്ട് ഫോംഡ്. ഓക്കെ, തൽക്കാലം അത്ര എഴുതിയാൽ മതി. നിങ്ങൾക്ക് എക്സാമിന് വേണമെങ്കിൽ ബാക്കി പടം വരച്ചു വെക്കോ, എന്താന്ന് വെച്ചാൽ മാർക്ക് നോക്കി ചെയ്താൽ മതി. ഇറഗുലർ റിഫ്ലക്ഷൻ ടേക്ക് പ്ലേസ്, സോ ഇമേജ് നോട്ട് ഫോംഡ്. Irregular reflection take place, so image not formed. Okay. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ റിഫ്ലക്ഷന്റെ പരിപാടി കഴിയുവാണ്. പക്ഷെ ഒരു ലാസ്റ്റ് ഞാൻ ഒരു 7-8 ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്ത പോലത്തെ തന്നെ പ്രോബ്ലംസ് ആണ് എക്സാമിന് ചോദിച്ചത്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസും തരിക, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക, അങ്ങനത്തെ. അതിൽ നിന്ന് എന്തോ ഒരു ചേഞ്ച് തോന്നിയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ചെയ്യാം കേട്ടോ. അത് ചെയ്യുമല്ല, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ അതിന്റെ ആൻസർ പറഞ്ഞാൽ മതി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എഴുതിയാൽ മതിയല്ലോ. ചോദിച്ചു, ആരാണ് ഇടയ്ക്ക് വോയിസ് ഓൺ ചെയ്താ? പറഞ്ഞോ സാർ. നാളത്തെ ആക്ടിവിറ്റിയുടെ അത് പറയാം. ഒരു 5 മിനിറ്റ് 40 പറഞ്ഞോളാം കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ ഇതിൽ ക്വസ്റ്റ്യൻ എന്താ? പ്ലെയിൻ മിറർ ഫോം ചെയ്യുന്നത് റിയൽ ഇമേജ് ആണോ വിർച്വൽ ഇമേജ് ആണോ? അമ്ന പറഞ്ഞോ. റിച്വൽ ആണ്. ഇനി ഈ വിർച്വൽ ഇമേജ് കിട്ടുകയാണ്, ഇതിനെ ഇൻവേർട്ടഡ് ആക്കാൻ പറ്റുമോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ഇതിനെ ഇൻവേർട്ടഡ് ആക്കാൻ പറ്റുക? മിററിന്റെ മേളിൽ കയറി നിന്നായി കേട്ടോ. മിററിന്റെ മേളിൽ കയറി നിന്നാൽ മതി. അപ്പൊ മിററിന്റെ ഇതുപോലെ. ഓക്കെ, അപ്പോ വിർച്വൽ ഇമേജ് എന്ന് എഴുതുക. വിർച്വൽ ഇമേജ്. ഓക്കെ, വിർച്വൽ image. Okay, if the object placed as shown in the figure, we will get inverted image. ഇതുപോലെ ഫിഗറിൽ തന്നിരിക്കുന്ന പോലെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ we will get an inverted image. If the object placed as shown in the figure, we will get an inverted image. സാർ ഒന്നുകൂടി പറഞ്ഞേ. If an object is placed as shown in figure, we will get an inverted image. Okay. ഇനി ഞാൻ എടുത്തു വെച്ച 2-3 ചോദ്യങ്ങൾ കാണിച്ചു തരാം. ബാക്കിയുള്ള ചോദ്യമൊക്കെ സെയിമാ, നിങ്ങൾക്ക് പ്രീവിയസ് നോക്കിയാൽ മനസ്സിലായി. എളുപ്പമുള്ള ചോദ്യങ്ങളാ. ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ്, ഇമേജിന്റെ ഡിസ്റ്റൻസ് ഒക്കെ തരും. എന്നിട്ട് ഫോക്കൽ ലെങ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിച്ചിരിക്കുക. പിന്നെ മാറ്റം തോന്നിയ ഒരു 2-3 ക്വസ്റ്റ്യൻ. ഒന്ന് ഈ ക്വസ്റ്റ്യൻ, ഈ മുകളിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലായ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മനസ്സിലായില്ലേ? ഓക്കെ, മനസ്സിലായല്ലോ? എല്ലാവരും നോക്കിയല്ലോ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മനസ്സിലായി. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 40 ആയിട്ട് കിട്ടിയവർ എത്ര പേരുണ്ടെന്ന് കൈപൊക്കി. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 40 കിട്ടിയവര് കൈപൊക്ക്. വേറെ ആരും? നിങ്ങളുടെ 40. ഇനിയുണ്ട്, കൈകൾ പൊക്കാനുണ്ട്. ഇനിയും കൈകൾ പൊക്കാനുണ്ട്. ശ്രേയ കൈപൊക്കിയേക്കാണ്. പിന്നെ റുഫൈദ, അബ്ദുൽ അസീസ്, ഓക്കെ, ഇർഫാൻ. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ തെറ്റുപറ്റുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഐഷ, അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ട്. കാരണം എന്താണെന്നറിയോ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ കാണുന്ന ആംഗിൾ അല്ല, നോർമലുമായിട്ട് ഇൻസിഡന്റ് റേ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ എത്രയായിരിക്കും? 50 ആയിരിക്കും. 50 കേട്ടോ. 90ൽ നിന്ന് 40 കുറച്ചാൽ 50. അതുപോലെ തന്നെ ആയിരിക്കും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എത്രയായിരിക്കും? 50 ആയിരിക്കും. ഇത് എഴുതണമെന്നില്ല, ഇങ്ങനത്തെയൊക്കെ ചതികൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക കേട്ടോ. ലോകം മൊത്തം ചതിയാണ് കേട്ടോ, നിങ്ങൾ അതിൽ വീഴരുത്. ഓക്കെ, അപ്പോ ഓക്കെ, അത് മനസ്സിലാക്കുക. 40 ഒക്കെ തന്ന് നമ്മളെ പറ്റിക്കാനായിട്ട് തോന്നും. നമ്മുടെ ഈ ക്യൂബിലെ പിള്ളേർ അതിൽ വീഴരുത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം കുഴപ്പമില്ലാത്ത ചോദ്യമാണ്. നമ്മളിപ്പോ പഠിച്ചവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. മാഗ്നിഫിക്കേഷൻ ഓഫ് ആൻ ഇമേജ് ഫോംഡ് ഈസ് -1. മാഗ്നിഫിക്കേഷൻ, ഒരു ഇമേജ് ഫോം ചെയ്ത മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന -1 ആണ്. ആ നെഗറ്റീവ് സൈൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സിമ്പിൾ. SSLC ചോദിച്ച ചോദ്യം. ആ നെഗറ്റീവ് സൈൻ, ഞാനിതൊക്കെ ചുമ്മാ ചോദിക്കുന്നത് നല്ലത്, മനസ്സിലായോ? ആ നെഗറ്റീവ് സൈൻ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഗൗരി പറഞ്ഞോ.
മുഹമ്മദ് റൈഹാനൊക്കെ വെറുതെ കാഴ്ചയും കണ്ടോണ്ടിരിക്കുക കേട്ടാ. ഞാൻ കൊരങ്ങനാണല്ലോ ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ. കൈ പൊക്കി ആൻസർ വിളിച്ചു പറയണം. പറഞ്ഞോ ഗൗരി. മൈനസ് കിട്ടിയാലോ? സൈൻ അതൊന്നുമില്ല, സൈസിന്റെ കാര്യമേ പറയുന്നില്ല. സൈനിൽ നിന്ന് ഒരേ ഒരു കാര്യം നമുക്ക് കിട്ടും. സൈനിൽ നിന്ന് ആർക്ക് പറയാം? റിയൽ ഇമേജ്. ഗൗരി കേട്ടാ? അതെയോ? പിന്നെ സൈസിന്റെ കാര്യമൊക്കെ പറഞ്ഞേ. സൈസ് കുറവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ട്രാക്ക് മാറിപ്പോയി. കാരണം എന്താണെന്നറിയോ? സൈസ് എത്രയായിരിക്കും? 1 എന്ന് പറഞ്ഞാ സെയിം സൈസ് ആയിരിക്കും. നെഗറ്റീവ് സൈൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് എ റിയൽ ഇമേജ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ചെയ്യണ്ടല്ലോ, ചെയ്യേണ്ട കാര്യമില്ല. ഏത് മിറ യൂസ് ചെയ്തിരിക്കുന്ന ആർക്ക് പറയാം? ഇത് ഏത് മിറ യൂസ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, പറഞ്ഞോ, ഒരാൾ പറഞ്ഞോ. കോൺകേവ്. ശരിയാ, കോൺകേവ്. ഇനി അടുത്ത അതുപോലത്തെ ഒരു ചോദ്യമാണ്, അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചാണ്. ഇതിനകത്ത് റോങ് ഡയഗ്രം ഏതാണ്? ഈ ഡയഗ്രം റോങ് ആണോ? സർഫസിന് നോർമൽ ആയിട്ട് പോകുന്ന റേ അതേ പാത്തിലൂടെ റിഫ്ലക്ട് ചെയ്യും. സെയിം ആണോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ ഒരു ഡയഗ്രം റോങ് ആണോ? ശരിയാണോ തെറ്റാണോ? ഷെറിൻ, ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഓക്കെ, ഇത് ഇംഗ്ലൈൻഡ് അല്ലല്ലോ. നോർമൽ ആയിട്ട് വരുവാണെങ്കിൽ അതേ പാത്തിലൂടെ റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ഇനി അതുകൊണ്ടാണ് സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പോകുന്ന ലൈറ്റർ അതേ പാത്തിലൂടെ തിരിച്ചു വരാനുള്ള കാരണം അതാ. ഓക്കെ, നിങ്ങൾ ടാൻജന്റ് പഠിപ്പിച്ചില്ലേ? സച്ചു സാർ ടാൻജന്റ് പഠിപ്പിച്ചോ? ഞാൻ സാറ് പഠിപ്പിക്കാൻ വേണ്ടി നോക്കിയിരിക്കുവായിരുന്നു ഇത് പറയാൻ. പഠിപ്പിച്ചാണ്. ഓക്കെ, അപ്പൊ എന്താണെന്നറിയോ? നമ്മളിപ്പോ ഒരു സർക്കിൾ വരച്ചു. ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ ഒരു ലൈൻ വരച്ചു, റേഡിയസ്. ഓക്കെ, ഈ റേഡിയസ് ടാൻജന്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? അതറിയില്ല, ഈ മാത്സ് കേട്ടോ. എത്രയായിരിക്കും? 90 ഡിഗ്രി അല്ലേ? ഓക്കെ, ഇത് നിങ്ങളുടെ മാത്സ് അല്ലേ? ഇത് ഞാൻ ഇനി ഫിസിക്സ് ആക്കട്ടെ. ഇനി നോക്കിക്കോട്ടോ. ഇത് സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് വരുന്ന ലൈൻസ് എന്ത് ചെയ്യും? അതേ പാത്തിലൂടെ തിരിച്ചു പോകും. കണ്ടോ? ഇത് ഈ സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്ന അതേ പാത്തിലൂടെ എന്ത് ചെയ്യും? കണ്ടോ? കാരണം 90 ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നോണ്ട് അതേ പാത്തിലൂടെ തന്നെ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകും. അതാണ് നമ്മൾ പോളിൽ അങ്ങനെ വരയ്ക്കുന്നത്. അല്ല, പോളിലും പോയിട്ട് മറ്റേ സെന്റർ ഓഫ് കർവേച്ചറിലെ കേസ് വരുമ്പോൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം ഇതാണ്. ഓക്കെ, അപ്പൊ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പോകുന്ന ലൈറ്റർ അതേ പാത്തിലൂടെ തിരിച്ചു പോകാനുള്ള കാരണം എന്താ? RA നോർമൽ ആയിട്ടാ ചെല്ലുന്നത്, RA 90 ഡിഗ്രിക്കാ ചെല്ലുന്നത്. അപ്പൊ RA അതേ പാത്തിലൂടെ തിരിച്ചു. ഇത് ശരിയാണ്. ഓക്കെ, ഇനി അടുത്ത ഇത് ശരിയാണോ? ഇത് ശരിയാണോ അല്ലെ? 40 ശരിയാണ്. ഓക്കെ, ഇത് ശരിയാണോ? എന്തായി വരച്ചു വെച്ചല്ലേ? തെറ്റല്ലേ? ഇതെന്ത് ഡയഗ്രം? 90 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, 45 ഡിഗ്രി ആംഗിൾ ഓഫ് റിഫ്ലക്ഷനോ? ലോ ഓഫ് റിഫ്ലക്ഷൻ തെറ്റല്ലേ? ഇത് ലോ ഓഫ് റിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നാ. തെറ്റാണ്, ധൈര്യമായിട്ട് തെറ്റിച്ചോ. അടുത്ത ഇതോ ശരിയാ സാർ. ശരിയാണ്. ശരിയാണോ? തെറ്റാണ്. ആര് തെറ്റാന്ന് പറഞ്ഞു? ഇവിടെ 45 തന്നെങ്കിൽ എന്താ? ഇവിടെ എവിടെയും 45 അല്ലേ? അതെ സാർ. 90 മൊത്തം തന്നെ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളെ പറ്റിക്കും. നമ്മളിതൊക്കെ പഠിച്ചിട്ട് പോയാലും ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്ന് നമ്മളെ പറ്റിക്കും കേട്ടാ. അപ്പൊ ശരിക്കും ശ്രദ്ധിച്ച് വേണം ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ ഹെഡിങ് കൊടുത്ത് നിർത്തിയേക്ക്, നാളെ നമുക്ക് പഠിക്കാം. ചാപ്റ്ററിന്റെ ഹെഡിങ് കൊടുത്ത് നിർത്തിക്കോ. നമ്മളിനി ഇതാ പഠിക്കാൻ പോകുന്നേട്ടാ. അത് ഡോണ്ട് ബിലീവ് എവറിത്തിങ് യു സീ. കാണുന്നതെല്ലാം നിങ്ങൾ വിശ്വസിക്കരുത്. ഓക്കെ, കാണുന്നതെല്ലാം വിശ്വസിച്ചാൽ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ നല്ലൊരു ഉപദേശം കൂടി അത് നമ്മൾ അടുത്ത ദിവസം നമ്മൾ റിഫ്രാക്ഷൻ. അപ്പൊ അടുത്ത ദിവസം പുതിയ ചാപ്റ്റർ പഠിക്കാൻ റെഡി ആയിട്ട് പോരാ. പിന്നെ ആക്ടിവിറ്റിക്ക് റെഡി ആയിട്ട് പോരാ. ആക്ടിവിറ്റിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പറയാം, ശ്രദ്ധയോടെ എഴുതിയെടുത്തോ. ആദ്യം തന്നെ എഴുതി ഇതല്ലാട്ടോ, ഇത് എഴുതിയെടുക്കൊന്നും വേണ്ട. ഇത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടാ. ഇതല്ല, വേറെ കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾക്ക് അത് നെറ്റിൽ സെർച്ച് ചെയ്ത് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. പ്രീവിയസ് ഇയർ ഒക്കെ വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഒക്കെ വലിയ പ്രശ്നക്കാരനായിട്ടുള്ള ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല ഇത്. ഓക്കെ, ഇനി
ആക്ടിവിറ്റിക്ക് വേണ്ടത് കേട്ടോ. ആക്ടിവിറ്റിക്ക് ആദ്യം വേണ്ടത് നിങ്ങളുടെ ഒരു പേരന്റോ നിങ്ങളുടെ സിസ്റ്ററോ ബ്രദറോ ആരുടെയെങ്കിലും ഒരു സാന്നിധ്യമാണ് ആദ്യം വേണ്ടത് അടുത്ത ദിവസത്തെ ആക്ടിവിറ്റിക്ക് കേട്ടോ. അപ്പൊ നമ്മൾ ടോപ്പിക്ക് കുറച്ച് എടുക്കാനുണ്ട്. അപ്പൊ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ മതി. ക്ലാസ് എടുത്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അവർ വന്നാലും മതി. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞു വെച്ചേക്കാം. നാളെ ഇപ്പൊ അടുത്ത ദിവസം എത്ര മണിക്ക് ക്ലാസ്? 4:15 4:15, 5:15 5:15. ആ സമയത്തിന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് അവരോടൊന്ന് റെഡി ആയിട്ടിരിക്കാൻ പറ കേട്ടോ. ഓക്കെ, ഇനി അത് പറഞ്ഞ് സെറ്റ് ചെയ്തോളണം. അല്ലാണ്ട് ഇനി ആ സമയത്ത് പോയി കരഞ്ഞ് പിടിച്ച് വലിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് കേട്ടോ. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തത് വേണ്ടത് ഒരു പാത്രം. ട്രാൻസ്പെറന്റ് അല്ലാത്ത പാത്രം വേണം. ട്രാൻസ്പെറന്റ് അല്ലാന്ന് പറഞ്ഞ മനസ്സിലായോ? അതായത് ഇവിടെ നിന്ന് കാണാൻ പറ്റരുത് അതിന്റെ അകം. സ്റ്റീലിന്റെ പാത്രങ്ങൾ ഉണ്ടല്ലോ, ബോൾ ഉണ്ടല്ലോ, കരിപ്പാത്രം, ചില്ല് പറ്റില്ല. ഓക്കെ, അല്ലാത്ത ഏതെങ്കിലും ഒരു കുഞ്ഞു പാത്രം എടുക്കുക. പാത്രം, ഒരു ബോൾ, BOW അല്ല കേട്ടോ, ബോൾ അല്ല, ബോൾ. ഓക്കെ, ഒരു പാത്രം, പേരന്റിന്റെയോ അല്ലെങ്കിൽ ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും കൂടെ ഉണ്ടാവണം. പിന്നെ അടുത്തത് ഒരു കോയിൻ വേണം. കോയിൻ 5 റുപ്പീസിന്റെ 1 or 2 കോയിൻ എടുത്തോ. 5 റുപ്പീസിന്റെ 5 രൂപയുടെ കോയിൻ. ഓക്കെ, പിന്നെ ഞാൻ പാത്രം എന്ന് പറഞ്ഞ പാത്രം. അയ്യോ, ഇനി സ്റ്റെമ്പർ മേടിക്കാൻ പോവാണ് എല്ലാരും. മേടിച്ച് ക്രിക്കറ്റ് കളിക്കാൻ പോയിന്. പറഞ്ഞോ. വെള്ളം ഞാൻ പറയാം. ഒരു ചെറിയൊരു മഗ്ഗിൽ നമുക്ക് അത് ഒഴിക്കാനുള്ളതാ. അതുകൊണ്ട് ചെറിയൊരു പാത്രത്തിൽ ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തോ. ആ പാത്രത്തിലേക്ക് നമ്മൾ പയ്യെ വെള്ളം ഒഴിക്കും. നിങ്ങളല്ല ഒഴിക്കുന്നത്, നിങ്ങളുടെ പേരന്റാ. നിങ്ങൾ ഒഴിച്ചാൽ ശരിയാവൂല. കാരണം ആ കോയിൻ മാറാണ്ട് ഒഴിക്കണം. അതിന് വേണ്ടിയിട്ടാ കേട്ടോ. ഓക്കെ, അപ്പോ പേരന്റ് വേണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഒരു കുഞ്ഞു പാത്രത്തില്, ചെറിയൊരു പാത്രത്തില് വെള്ളം എടുത്തു വെച്ചേക്കാം. ഓക്കെ, ഇത്തരം ഒരു ആക്ടിവിറ്റിക്ക്. ഇനി അടുത്ത ആക്ടിവിറ്റിക്ക് വേണ്ട സാധനങ്ങൾ. ചിലപ്പോൾ നമ്മൾ 2 ആക്ടിവിറ്റി അടുത്തത്, ഇത് ചെറിയ ആക്ടിവിറ്റി ആയതുകൊണ്ട് അടുത്ത ആക്ടിവിറ്റിയും ചെയ്യും. അതുകൊണ്ട് അതും ഒന്ന് എഴുതി വെച്ചോ. അടുത്തതിന് വേണ്ട ഒരു ഗ്ലാസ് സ്ലാബാണ്. ഗ്ലാസിന്റെ സ്ലാബ് ഇരിക്കണ്ടാവും. നിങ്ങളുടെ എല്ലാവരും കിറ്റിലുണ്ടോ? കിറ്റിലില്ലെങ്കിൽ നാളെ തന്നെ റെഡി ആക്കിക്കോളണം കേട്ടോ. ഗ്ലാസിന്റെ ഇന്നലെ ഞാൻ കാണിച്ചെന്നു എന്റെ ഓർമ്മ. കാണിച്ചെന്നില്ലേ ഗ്ലാസിന്റെ സ്ലാബ്? പിന്നെ ചാർട്ട് കഴിഞ്ഞ തവണ എടുത്തോണ്ടെങ്കിൽ അതായാലും മതി. കഴിഞ്ഞ തവണ യൂസ് ചെയ്ത് ചാർട്ട് ആണ്, ഇനി ചാർട്ട് മേടിക്കാൻ പോകണ്ട, അതായാലും മതി. പിന്നെ മാർക്കർ, സ്കെയില്, അതിന്റെ കൂടെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മാർക്കറും സ്കെയിലും ഒക്കെ വേണം. പിന്നെ പിന്നുണ്ടാവും. നിങ്ങളുടെ ആ മോട്ടറിന്റെ കവറിനകത്ത് കുറച്ച് പിന്ന് കിടക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ടോ? ആ പിന്നില്ലെങ്കിൽ അതും മേടിച്ചോളണം കേട്ടോ. ഒരു പച്ച കളറും ചുവപ്പ് കളറിലൊക്കെ പിന്നുകളുണ്ട്. ഓക്കെ, ആ പിന്ന് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യാനുള്ള നമ്മുടെ മേശപ്പുറത്ത്. അപ്പൊ ഗ്ലാസിന്റെ ടേബിളിൽ ഇരിക്കണം അല്ലേ? ഗ്ലാസിന്റെ ടേബിളിൽ ഇരിക്കണവർ എന്ത് ചെയ്യാ? ഒരു വുഡൻ ടേബിൾ എവിടെന്നെങ്കിലും ഉണ്ടോ? വുഡൻ ടേബിളിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും മേശ എന്തെങ്കിലും? നീ അത് മേടിക്കാൻ പോരുതട്ടെ. നീ നാളെ ഫർണിച്ചറുടെ പോയി കരയരുത്. ആരെങ്കിലൊക്കെ ഇല്ല, ഗ്ലാസ് വീട്ടിലുണ്ടാവൂലേ എന്തെങ്കിലും ഇതൊന്ന് കുത്തിവെക്കാൻ പാകത്തിന്? നമുക്ക് ഈ പിന്ന് കുത്തി വെക്കണം, അത്രേ ഉള്ളൂ. എന്താണ്? അല്ലെങ്കിൽ എന്തെങ്കിലും ബോർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും മതി. എന്തെങ്കിലും ഡ്രോയിങ് ബോർഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പറഞ്ഞോ, അമ്മാൻ ചോദിച്ചോ. അമ്മാൻ ഇനി എന്തെങ്കിലും ഞാൻ പറയുമ്പോ അമ്മാൻ പറയും. തടി എടുത്താൽ നമുക്ക് ഈ ചാർട്ടിന്ന് കുത്തിവെക്കാനാ. അപ്പൊ കുറച്ച് നീളം കൂടി തടി വേണ്ടി വരും. നമുക്ക് ഈ ചാർട്ട് അതിനകത്ത് കുത്തി വെച്ചിട്ട് ചാർട്ടിൽ നിന്നാണ് കുത്തിവെക്കുന്നത്. ഓക്കെ, ചെറിയ വുഡൻ പീസ് ഒക്കെ ആണെങ്കിൽ ശരിയാവും. അല്ലെങ്കിൽ കുറച്ച് വലിപ്പമുള്ള വുഡൻ പീസ് ആണെങ്കിൽ മതി അല്ലേ? ആ സ്ലാബിനേക്കായും കുറച്ചുകൂടെ വലിപ്പമുള്ള വുഡൻ പീസ് ആണെങ്കിൽ അടിയിൽ വെക്കാം. പറഞ്ഞോ, അല്ല നമുക്ക് അതിനല്ല, അത് നമുക്ക് സെല്ലോ ടേപ്പ് ആണെങ്കിൽ ഒട്ടിക്കാം. നമ്മൾ അതിന്റെ അകത്ത് കുത്തി വെക്കുന്നുണ്ട്. നമ്മുടെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് അകത്ത് പിന്ന് കുത്തി വെക്കുന്ന ഒരു ഇത് വരുന്നുണ്ട്, കേസ് വരുന്നുണ്ട്. അതുകൊണ്ടാ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ഒന്ന് റെഡി ആക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉള്ളവർ നിന്നോ, ബാക്കിയുള്ളവർ ലെഫ്റ്റ് ആയിക്കോളൂ. ഓക്കെ, താങ്ക് യു. ബുക്കൊക്കെ ഉണ്ടോ? ബുക്ക് ഇന്ന് വേണ്ട. ഇന്ന് നിങ്ങൾക്ക് എന്തോ എക്സാം എന്തൊക്കെയില്ലേ? ഞാൻ എല്ലാ ഒരു ദിവസം നോക്കിക്കോളാം. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ സെൻഡ് ചെയ്യാൻ പറ്റുമോ? എക്സ്ട്രാ ക്വസ്റ്റ്യൻസാ? ഞാൻ സെൻഡ് ചെയ്തുതരാം കുഴപ്പമില്ല. അടുത്ത ദിവസം ഒന്ന് പറഞ്ഞേക്കട്ടോ. സർ, നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിലെ 3 ഇക്വേഷനിലുള്ള മാഗ്നിഫിക്കേഷന്റെ 2 ഇക്വേഷനും പിന്നെ എഫ് കണ്ടുപിടിക്കാനുള്ള റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഒരു കുഞ്ഞു ഇക്വേഷൻ ഉണ്ട്. R = 2 × F. പിടിച്ചു നിർത്തി ഞാൻ. സാർ, പിന്നെ കൂടെ ആരും ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടോ? ആക്ടിവിറ്റി കൂടെ ആള് വേണം, അല്ലെങ്കിൽ ശരിയാവൂല. കാരണം എന്താ പറയാ, നമുക്ക് ഈ വെള്ളം നമ്മൾ ഒഴിച്ചാ ആ കോയിന്റെ പൊസിഷൻ മാറുന്നത്. ആരെങ്കിലും മതി, ബ്രദർ ആരെങ്കിലും മതി. സാർ, ആരും ഇല്ല. ഇവരെവിടെ പോയി? ജോലിക്ക് പോയിക്കോ. ഫ്രണ്ട്സ് ആരും വരില്ല?
ഒരു 10 മിനിറ്റ്. ഫ്രണ്ട്സ് ആരും വരുമോ നോക്ക് കേട്ടോ. സാർ ആ വെഹിക്കിളിന്റെ കേസില്ലേ ഒന്നുകൂടി പറയാമോ? വെഹിക്കിളിന്റെ കേസില്ലേ മിറർ റെക്കോർഡ് നോക്കുമ്പോ ആ മോട്ടോർ സൈക്കിളിന്റെ ഇതിൽ നോക്കുമ്പോ അല്ലെ, hence the driver develop a feeling hence the driver develop a feeling that vehicle is far away from develop a feeling that vehicle coming from a greater distance. എഴുതിയാലും മതി. Vehicle coming from a greater distance. Okay. Thank you, sir. Okay.